ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. സ്പോർട്സ് ഷോട്ടിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സ്പോർട്സ് ഷോട്ടിൽ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പോർട്സിൻ്റെ ബുക്സിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓതർ ഹാസ് ഡിസ്ക്രൈബ്ഡ് ഹിസ് പേഷൻ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ആസ് ദ സബ്ജക്ട് ഓഫ് ഹിസ് റിസന്റ് ബുക്ക് സെലക്ഷൻ ഡേ? ഏത് ഓതറാണ്, ഏതോ ഒരു ഓതറാണ്, അതായത് റൈറ്റർ അല്ലെങ്കിൽ നോവലിസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്തു, തൻ്റെ പാഷൻ ഫോർ ക്രിക്കറ്റിനോടുള്ള പാഷനെ കുറിച്ച് എഴുതിയ ഒരു ബുക്ക് റിലീസ് ചെയ്തിരുന്നു എന്ന്. സെലക്ഷൻ ഡേ എന്ന് പറഞ്ഞൊരു ബുക്കിൽ 2016 കേട്ടോ റിലീസ് ചെയ്യുന്നത്. 2016 റിലീസ് ചെയ്ത് സെലക്ഷൻ ഡേ എന്ന് പറയുന്ന ബുക്ക് ആരുടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ. സെലക്ഷൻ ഡേ എന്ന ബുക്ക് ഈ തന്നിരിക്കുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് ഉള്ള ആളല്ല, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ക്രിക്കറ്റിലുള്ള ഒരാളല്ല, പക്ഷെ ക്രിക്കറ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് അതെൻ്റെ ഒരു പാഷനാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ എഴുതിയ ബുക്കാണ്. അപ്പോൾ സെലക്ഷൻ ഡേ ആരുടെയാണ്? അരവിന്ദ് അധികയുടെ ബുക്കാണ് കേട്ടോ. അരവിന്ദ് അധിക എന്ന് പറയുന്ന നമ്മുടെ നോവലിസ്റ്റിൻ്റെ ബുക്ക്, ഇന്ത്യൻ നോവലിസ്റ്റിൻ്റെ ബുക്കാണ് ഏതെന്ന് പറയുന്നത് സെലക്ഷൻ ഡേ. 2016 തൻ്റെ പാഷൻ ഫോർ ക്രിക്കറ്റിനെ കുറിച്ച് എഴുതിയിട്ടുള്ള സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന ബുക്കാണ് സെലക്ഷൻ ഡേ. അങ്ങനെയാണെങ്കിൽ അരവിന്ദ് അധിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓടിയെത്തേണ്ട മറ്റൊരു ബുക്കും കൂടെ ഉണ്ട്. ഏതാണ്? വൈറ്റ് ടൈഗർ അല്ലേ. വൈറ്റ് ടൈഗർ എപ്പോഴും ചോദിക്കാറുണ്ട്. വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞ ബുക്ക് ആരെഴുതിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? അരവിന്ദ് അധികയുടെ ബുക്കാണ് കേട്ടോ. വൈറ്റ് ടൈഗർ ആരുടെയാണ്? അരവിന്ദ് അധികയുടെ ബുക്കാണ്. അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ട് ബുക്സും കൂടെ നിങ്ങൾ ആലോചിച്ചിരിക്കുക. ബിറ്റ്വീൻ ദ അസാസിനേഷൻ. ഓക്കെ, ഇതും ആരുടെ ബുക്കാണ്? അരവിന്ദ് അധികയുടെ. കാരണം നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് റൈറ്റേഴ്സിന്റെ ബുക്സുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വച്ചേക്കുക കേട്ടോ. ബിറ്റ്വീൻ ദ അസാസിനേഷൻസും അതുപോലെ ലാസ്റ്റ് മാൻ ഇൻ ദ ടവർ കേട്ടോ. ലാസ്റ്റ് മാൻ ഇൻ ദ ടവർ ഒക്കെ ആരുടെ ബുക്കാണ്? ഈ അരവിന്ദ് അധികയുടെ ബുക്കാണ്. ആ പോയിന്റും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ എന്തായാലും അരവിന്ദ് അധികയെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ബുക്സും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് അല്ലെങ്കിലും ആളുടെ ബുക്സ് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. വൈറ്റ് ടൈഗർ ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക്. അത് കഴിഞ്ഞ് ബിറ്റ്വീൻ ദ അസാസിനേഷനും ലാസ്റ്റ് മാൻ ഇൻ ദ ടവറും പുള്ളിയുടെ എന്താണ് ഏറ്റവും വേണ്ടപ്പെട്ടായിട്ടുള്ള ബുക്സ് ആണ് കേട്ടോ. ഓക്കെ, ആ പോയിന്റ് അവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ വിക്രം സേത്ത് എന്ന് പറയുന്നതും എന്താണ്? ഒരു റൈറ്റർ ആണ് കേട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ റൈറ്റർ ആണ്. പുള്ളിയുടെ ബുക്ക് എടുത്ത് ചോദിക്കാറുണ്ട്. ഏതാണ്? ദ സ്യൂട്ടബിൾ ബോയ് എന്ന് പറഞ്ഞ ബുക്കാണ് കേട്ടോ. സ്യൂട്ടബിൾ ബോയ് എന്ന് പറയുന്ന ബുക്കാണ് ദ സ്യൂട്ടബിൾ ബോയ്. അപ്പം വിക്രമിനെയൊക്കെ ആലോചിക്കുമ്പോൾ, വിക്രം നടൻ ആലോചിക്കുമ്പോൾ എന്താണ്? ഒരു സ്യൂട്ടബിൾ ബോയ് ആണ് അല്ലേ. ഒരു ഗേൾസിനെ വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും സ്യൂട്ടബിൾ ആയ ബോയ് ആണെന്ന് ആലോചിച്ച് വിക്രം സേത്ത് എഴുതിയ ബുക്കാണ് ദ സ്യൂട്ടബിൾ ബോയ് എന്ന് ആലോചിച്ചിരിക്കുക. വേറെ ഒന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിക്കറ്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അരവിന്ദ് അധിക സെലക്ഷൻ ഡേയിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേയേഴ്സ് ഹാസ് റിട്ടൺ ദ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ്? അപ്പോൾ ഏത് പ്ലെയർ ആണ് ഓട്ടോബയോഗ്രഫി ആയിട്ട് എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നത്? എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ്. അപ്പോൾ ഓടുകൾക്കെതിരെയായിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്ന ഒരു സംഭവമാണ് അല്ലേ. എന്താണ്? നമ്മുടെ ദിനം പ്രതി നടക്കേണ്ടതല്ലാത്ത കുറച്ച് കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്ന കാര്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് ആരുടെ ബുക്കായിരിക്കും? ഏതെങ്കിലും ഒരു ഫീമെയിൽ ലീഡിൻ്റെ ബുക്ക് തന്നെ ആയിരിക്കും. അത് ആരുടെയാണ്? സാനിയ മിർസയുടെ ആണ് കേട്ടോ. സാനിയ മിർസയുടെ ബുക്കാണ് ഇത് എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ്. നോർമലി നടക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ച് ഒരു വിമൺ അത്ലറ്റ് വിമൺ എന്താണ് ടെന്നീസ് പ്ലെയർ എന്നുള്ള രീതിയിലേക്ക് ഉയർന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? സാനിയ മിർസ എന്ന് പറയുന്നത് അല്ലേ. ടെന്നീസിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിന്ന പ്ലെയർ ആണ് ആരെന്ന് പറയുന്നത്? സാനിയ മിർസ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഫീമെയിൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ടെന്നീസ് എന്ന് വേണമെങ്കിൽ ആരെ തന്നെ പറയാം? സാനിയ മിർസയെ പറയാം അല്ലേ. ആ പോയിന്റ് അവിടെ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ യുവരാജ് സിംഗിന്റെ ബുക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് അല്ലേ. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ബുക്കാണ് ആരുടേത്? നമ്മുടെ യുവരാജ് സിംഗിന്റെ ബുക്ക്. നമ്മുടെ ആരാണ്? ക്രിക്കറ്റ് പ്ലെയർ ആണ് അല്ലേ. ക്രിക്കറ്റ്. സാനിയ മിർസ ടെന്നീസ് പ്ലെയർ ആണ്. എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ് ആണ് ആരുടെ ബുക്ക്? സാനിയ മിർസയുടെ ബുക്ക്. ഇനി അനിൽ കുംബ്ലെ എന്ന് പറയുന്ന ജംബോ എന്നറിയപ്പെടുന്ന അനിൽ കുംബ്ലെ അല്ലേ. ജംബോ എന്നറിയപ്പെടുന്ന അനിൽ കുംബ്ലെ എന്ന് പറയുന്ന ആൾ അല്ലേ. ക്രിക്കറ്റർ ആണ്. ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റർ ആണെന്നാണ് പറയുന്നത്. ഏറ്റവും എന്താണ് ഓൾറൗണ്ടർ ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരാളാണ് അനിൽ കുംബ്ലെ. ഏറ്റവും കൂടുതൽ ബൗളിംഗ് ടെക്നിക്സ് ഉള്ള അല്ലേ. ബൗളിംഗ് ടെക്നിക്സിൽ ഏറ്റവും കൂടുതൽ ബിരുദമായിട്ട് പറയുന്ന ആളാണ് അനിൽ കുംബ്ലെ. ജംബോ എന്ന് അറിയപ്പെടാൻ തന്നെ കാരണം എന്താണ്? പുള്ളിയുടെ ബോളിംഗ് ടെക്നിക്സ് കൊണ്ടാണ് അല്ലേ. ബൗളിംഗ് ടെക്നിക്സ് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് അനിൽ കുംബ്ലെ ജംബോ എന്ന് തന്നെ വിശേഷിക്കുന്നത്. പുള്ളിയുടെ ബുക്ക് ഏതാണ്? അനിൽ കുംബ്ലെയുടെ ബുക്ക് എന്താണ്? ദ വൈഡ് ആംഗിൾ എന്നുള്ളതാണ് കേട്ടോ. വൈഡ് ആംഗിൾ. ജംബോ എന്നാണ് അറിയപ്പെടുന്നത്. വൈഡ് ആംഗിൾ എന്ന് പറയുന്ന ബുക്കാണ്. കാരണം ബൗളറാണ് കേട്ടോ. ബൗളർ ആയതുകൊണ്ടാണ് വൈഡ് ആംഗിളിലാണ് എറിയുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കുക. അപ്പോൾ
എന്താണ് അനിൽ കുംബ്ലെയുടെ ബുക്കാണ് വൈഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് സൈന നെഹ്വാൾ. സൈന നെഹ്വാൾ ആരാണ്? നമ്മുടെ ബാഡ്മിന്റൺ പ്ലെയർ ആണ് അല്ലേ. ബാഡ്മിന്റണിൽ നമ്പർ 1 ആയിട്ട് കണക്കാക്കപ്പെടുന്ന ആളാണ് സൈന നെഹ്വാൾ. ടെന്നീസിൽ സാനിയ മിർസ പോലെ തന്നെ ബാഡ്മിന്റണിൽ ഫേമസ് ആണ് ആരെന്ന് പറയുന്നത് സൈന നെഹ്വാൾ എന്ന് പറയുന്നത്. അപ്പൊ സൈന നെഹ്വാളിന്റെ ബുക്ക് ഏതാണ്? സൈന നെഹ്വാളിന്റെ ബുക്ക് പ്ലേയിങ് ടു വിൻ. എന്തിനു വേണ്ടിയാണ്? വിൻ ചെയ്യാൻ വേണ്ടിയാണ് പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞ ബുക്കാണ് അല്ലേ. പ്ലേയിങ് ടു വിൻ എന്ന് പറഞ്ഞ ബുക്കാണ് കേട്ടോ. പ്ലേയിങ് ടു വിൻ എന്ന് പറഞ്ഞ ബുക്കാണ്. അതായത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന ലൈഫിനെ കുറിച്ച് തന്നെ പറയുന്ന ഒരു ബുക്കാണ്. പ്ലേയിങ് ടു വിൻ ആണ് സൈന നെഹ്വാളിന്റെ ബുക്ക് കേട്ടോ. പ്ലേയിങ് ടു വിൻ എന്നുള്ളതാണ് സൈന നെഹ്വാളിന്റെ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലേയിങ് ടു വിൻ മൈ ലൈഫ് ഓൺ ആൻഡ് ഓഫ് കോർട്ട് എന്നാണ് ഫുൾ പേര് കേട്ടോ. പ്ലേയിങ് ടു വിൻ മൈ ലൈഫ് ഓൺ ആൻഡ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന രീതിയിലാണ് സൈന നെഹ്വാളിന്റെ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത വിച്ച് പ്ലേയേഴ്സ് ഓട്ടോബയോഗ്രഫി ഈസ് നെയിംഡ് പ്ലേയിങ് ഇറ്റ് മൈ വേ. എൻ്റെ ഇഷ്ടത്തിന് പ്ലേ ചെയ്യുന്നു, പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബുക്കാണ് അല്ലേ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബുക്കാണ് ഇത് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ളത്. ഓക്കെ, അവിടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട പിന്നെ ആരൊക്കെയാണ്? രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ ആയിരുന്നു അല്ലേ. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്ന രാഹുൽ ദ്രാവിഡ്. ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ വിനോദ് കംബ്ലെ എന്ന് പറയുന്നതും എന്താണ്? ഈ നമ്മുടെ ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും പഴയതായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഏറ്റവും എന്താണ് ബാറ്റ്സ്മാൻ ആയിട്ടും ബോളറായിട്ടും ഒക്കെ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്? കളിച്ചിരുന്ന ആളാണ് വിനോദ് കംബ്ലെ എന്ന് പറയുന്നത്. പുള്ളിയുടെ ഒരു ബുക്കുണ്ട്, ഏതാണ്? ലോസ്റ്റ് ഹീറോ ആണ് കേട്ടോ. ലോസ്റ്റ് ഹീറോ. പുള്ളിയുടെ പേര് പോലെ തന്നെ എന്താണ്? ഭയങ്കരമായിട്ട് പെർഫോമൻസ് കാഴ്ച വച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ബൗളിംഗ് ടെക്നിക്സ് ഒക്കെ ഭയങ്കര എന്താണ് ഫേമസ് ആയിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. വിനോദ് കംബ്ലെ എന്താണ് ഒരു ലോസ്റ്റ് ഹീറോ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ട്. പുള്ളിയും ഫേമസ് ആണ്. രാഹുൽ ദ്രാവിഡ് എന്ന് പറഞ്ഞ എന്താണ്? ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ കപിൽ ദേവ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഇന്ത്യൻ ടീമിന്റെ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ് അല്ലേ. വേൾഡ് കപ്പിന് നമ്മുടെ ഇന്ത്യയെ കൊണ്ട് എത്തിച്ച ആളെന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കപിൽ ദേവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൂ ഹാസ് റിട്ടൺ ദ ബുക്ക് ക്രിക്കറ്റ് മൈ സ്റ്റൈൽ? ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരാണ്? ദ ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ കളിക്കുന്നത്. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരാണ്? കപിൽ ദേവ് ആണ് കേട്ടോ. കപിൽ ദേവ് ആണ്. കപിൽ ദേവിന്റെ ബുക്കാണ് ദ ക്രിക്കറ്റ് ഐ എം പ്ലേയിങ് മൈ വേ എന്ന് പറഞ്ഞ രീതിയിൽ ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നത് കപിൽ ദേവ് ആണ്. കപിൽ ദേവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? 1983 ആദ്യമായിട്ട് ഇന്ത്യക്ക് എന്ത് കിട്ടുന്നത്? വേൾഡ് കപ്പ് കിട്ടുന്നത് അല്ലേ. വേൾഡ് കപ്പ് ഇന്ത്യക്ക് ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടുന്നത് 1983 ആ 1983 സമയത്ത് ആരായിരുന്നു ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഈ പറയുന്ന നമ്മുടെ ആരാണ്? കപിൽ ദേവ് ആണ് അല്ലേ. ഇന്ത്യക്ക് ആകെ 2 തവണയാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? വേൾഡ് കപ്പ് കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെ സമയം? 1983 കപിൽ ദേവിന്റെ ടൈമിൽ, കപിൽ ദേവ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്ന ടൈമിലും, അതുപോലെ 2011 അല്ലേ. 2011 ധോണി ക്യാപ്റ്റൻ ആയിരുന്ന ടൈമിലും അല്ലേ. ധോണിയുടെ ക്യാപ്റ്റൻസിയിലുമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? 2 തവണ നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളൂ. 2 തവണ കിട്ടിയിട്ടുള്ളൂ. അത് ഏതൊക്കെ സമയത്താണ്? 1983 2011 അപ്പോൾ അന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ കപിൽ ദേവിന്റെ ബുക്കാണ് ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ബുക്ക് ടൈറ്റിൽഡ് നോ സ്പിൻ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്. ദ ബുക്ക് ടൈറ്റിൽഡ് നോ സ്പിൻ എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫി എന്നാണ് ചോദിക്കുന്നത്? ആരുടെയാണ്? നോ സ്പിൻ. നോ സ്പിൻ ഒരു ബൗളറിന്റെ ഓട്ടോബയോഗ്രഫി ആയിരിക്കുമല്ലോ. നോ സ്പിൻ എന്ന് പറയുന്ന ബയോഗ്രഫി ആരുടെയാണ്? ഷെയ്ൻ വാർൺ എന്ന് പറയുന്ന ആളുടെയാണ്. ഷെയ്ൻ വാർണെ. ഓക്കെ, ബൗളറാണ്. ഇവിടത്തെ ഓസ്ട്രേലിയൻ ബൗളറാണ് കേട്ടോ. ഓസ്ട്രേലിയൻ ബൗളർ ആയിട്ടുള്ള ഷെയ്ൻ വാർണയുടെ ബുക്കാണ് ഏതെന്ന് പറയുന്നത്? നോ സ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, നോ സ്പിൻ എന്ന് പറയുന്നത് ഷെയ്ൻ വാർണയുടെ ബുക്കാണ്. ഓക്കെ, എത്രയും മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത ബുക്കിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അടുത്തിനി ഹോസ്റ്റ് കൺട്രീസ് ആണ് നമുക്ക് നോക്കേണ്ടത്. എവിടെയൊക്കെയാണ് 2024 ഹോസ്റ്റ് ആയത്? അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഹോസ്റ്റ് കൺട്രീസ് എവിടെ വെച്ചാണോ ഈ ക്രിക്കറ്റ് കപ്പുകൾ നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ക്രിക്കറ്റ് ആയാലും ബാക്കിയുള്ള വേൾഡ് കപ്സും ബാഡ്മിന്റൺ ഫെഡറേഷൻ കപ്സും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഫസ്റ്റ് വരുന്നത് ഫിഫ വേൾഡ് കപ്പ് 2022. ഫിഫയുടെ വേൾഡ് കപ്പ് 2022 എവിടെ വെച്ചാണ് നടന്നതെന്നാണ് ചോദിക്കുന്നത്. ആദ്യം നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ മുന്നത്തത് പഠിക്കുക, ഇപ്പോൾ നടക്കുന്നത് പഠിക്കുക, അടുത്ത് നടക്കാൻ പോകുന്നത് പഠിക്കുക. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് 2022 നടന്നത്. ഫിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുട്ബോൾ ഫെഡറേഷൻ്റെ അല്ലേ. ഫുട്ബോൾ
ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ് ഏതെന്ന് പറയുന്നത് ഫിഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഫുട്ബോൾ അസോസിയേഷൻ ആണ് ഫിഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഫ എന്താണ് വേൾഡ് കപ്പ് 2022 എവിടെ വെച്ച് നടന്നതെന്നാണ് പറയുന്നത്? ഖത്തറിൽ വെച്ചാണ് നടക്കുന്നത് അല്ലേ? ഖത്തറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഖത്തറിൽ വെച്ചാണ് എന്ത് ചെയ്തത്? 2022 നടന്നത്. ഇനി അടുത്ത് എവിടെയാണ് നടക്കാൻ പോകുന്നത്? 4 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് കേട്ടോ. 4 വർഷത്തിലൊരിക്കലാണ് എല്ലാ ഗെയിംസും, ഏകദേശം എല്ലാ ഗെയിംസും 4 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. അപ്പോൾ 2026 ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. അതൊരു മിക്സ്ചർ ആയിട്ട് നോർത്ത് അമേരിക്കയിലെ കുറച്ച് കൺട്രീസ് ചേർന്നിട്ടാണ് നടത്തുന്നത്. ഏതൊക്കെയാണ്? കാനഡ, മെക്സിക്കോ, USA. കാനഡ, മെക്സിക്കോ, USA എന്ന് പറയുന്ന ഇത്രയും കൺട്രീസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടത്തുന്നത് കേട്ടോ. 2026 നടത്തുന്നത്. എന്നാണ് ഫിഫ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930 കേട്ടോ. 1930 എന്ത് ചെയ്യുന്നത്? ഫിഫ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1930. 1930 നിന്ന് ഇതുവരെ കൂട്ടുമ്പോൾ 21 എഡിഷൻ ആണ് കഴിഞ്ഞിട്ടുള്ളത്. 21 എഡിഷൻ. ഫിഫയുടെ എത്ര എഡിഷൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 എഡിഷൻ കഴിഞ്ഞു ഫിഫ വേൾഡ് കപ്പിന്റെ. ഓക്കെ, മെൻസ് വേൾഡ് കപ്പ് എന്നുള്ള രീതിയാണ് പറയുന്നത്. 21 എഡിഷൻ കഴിഞ്ഞു. അതിൽ 5 തവണ ടൈറ്റിൽ വിന്നേഴ്സ് ആയിരുന്നവരാണ്. 5 തവണ ടൈറ്റിൽ വിൻ ചെയ്ത ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ബ്രസീൽ എന്ന് പറയുന്നത് കേട്ടോ. ബ്രസീൽ. അതുപോലെ തന്നെ ഈ 21 എഡിഷൻ 1930 ഫിഫ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ 30-ന് ശേഷമുള്ള എല്ലാ എഡിഷനും, ആ പറയുന്ന 21 എഡിഷനും പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു രാജ്യം ഏതാണ്? ബ്രസീലാണ് കേട്ടോ. ബ്രസീലാണ് ഏറ്റവും കൂടുതൽ തവണ എന്ത് ചെയ്തിരിക്കുന്നത്? ഏറ്റവും കൂടുതലല്ല, എല്ലാ തവണയും അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആര് തന്നെയാണ്? ബ്രസീലാണ്. അതുപോലെ തന്നെ വിൻ ചെയ്തിരിക്കുന്ന പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെഡൽ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് ആര് തന്നെയാണ്? 5 തവണ ടൈറ്റിൽ വിന്നേഴ്സ് ആയിട്ടുള്ള ബ്രസീൽ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിൽ വെച്ച് നടന്നപ്പോൾ ആരാണ് ജയിച്ചത്? അർജന്റീനയല്ലേ ജയിച്ചത്? അർജന്റീനയുടെ ഇതിപ്പോ 3ാമത്തെ വിന്നാണ് കേട്ടോ. മൂന്നാമത്തെ തവണയാണ് അർജന്റീനയ്ക്ക് വിൻ ചെയ്യാൻ പറ്റുന്നത്. അർജന്റീനയുടെ ഓപ്പോസിറ്റ് ആരാണ് നിന്നത്? ഫ്രാൻസ് ആണ് നിന്നത് അല്ലേ? ഫ്രാൻസിനെയാണ് തോൽപ്പിച്ച് അർജന്റീന എന്ത് ചെയ്യുന്നത്? ഫിഫ വേൾഡ് കപ്പ് നേടുന്നത്. ഓക്കെ, അടുത്ത് ഇനി എവിടെയാണ്? കാനഡ, മെക്സിക്കോ, USA നടക്കാൻ പോകുന്നത്. ഇനി അടുത്ത് ഫിഫ വിമൻസ് വേൾഡ് കപ്പ് 2023. വിമൻസും ഉണ്ട്. ഈ ഫിഫ വേൾഡ് കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻസിന്റെ കാറ്റഗറിയാണ് കേട്ടോ. മെൻ കാറ്റഗറിയാണ് പറയുന്നത്. വിമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1991 കേട്ടോ. 1991 വിമൻസ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഈ 2023 എവിടെ വെച്ചാണ് നടന്നത്? ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കൂടെ ചേർന്നാണ് എന്ത് ചെയ്തത്? വിമൻസ് വേൾഡ് കപ്പ് നടത്തിയത്. ആരാണ് ജയിച്ചത്? സ്പെയിൻ ആണ് കേട്ടോ ജയിച്ചത്. സ്പെയിൻ. ഓക്കെ, സ്പെയിൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? വിമൻസ് കപ്പാണ് കൊണ്ടുപോയത് കേട്ടോ. സ്പെയിൻകാരാണ് ജയിക്കുന്നത്. ഓക്കെ, ആ പോയിന്റ് മനസ്സിലാക്കുക. ഇനി അടുത്ത് എന്താണ്? 2027 എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രസീലാണ് കേട്ടോ. വിമൻസ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന ബ്രസീലിലും 2026 കാനഡ, മെക്സിക്കോ, USA മെയിൽസ് കാറ്റഗറി നടക്കാൻ പോകുന്നത്. ഓക്കെ, അത്രയും പോയിന്റ്സ് അവിടെ ഫിഫയെ പറ്റി ആലോചിക്കുക. ഇനി അടുത്ത് ബ്രിക്സ് ഗെയിം 2023. ബ്രിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന റഷ്യ, ബ്രസീൽ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ബ്രിക്സ് സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന അവർ നടത്തുന്ന ഗെയിം, സ്പോർട്സ് ഇവന്റ് ആണ് ഇതെന്ന് പറഞ്ഞ ബ്രിക്സ് ഗെയിം എന്ന് പറയുന്നത്. കുറച്ച് രാജ്യങ്ങൾ കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഇവന്റ് ആണ്. അത് 2023 എവിടെ വെച്ച് നടന്നു? സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് നടന്നത്. ഇനി 2024 നടന്നു കഴിഞ്ഞു കേട്ടോ. ജനുവരിയിലായിരുന്നു. എന്നാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 അത് റഷ്യ, കസാൻ എന്ന് പറഞ്ഞ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത് കേട്ടോ. ബ്രിക്സ് ഗെയിം നടക്കുന്നത് എവിടെയാണ്? 2024 റഷ്യ, കസാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. ഓക്കെ, റഷ്യയിലാണ് നടന്നത് ബ്രിക്സ് ഗെയിം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ BWF വേൾഡ് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ് ഫെഡറേഷന്റെ കീഴിൽ വരുന്ന, ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ കീഴിൽ വരുന്ന വേൾഡ് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. അത് എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്? ഈ 2025 ഇനി നടക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഇന്ത്യയിൽ വെച്ചാണ് കേട്ടോ നടക്കുന്നത്. ബാഡ്മിന്റന്റെ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുവാഹട്ടിയാണ് കേട്ടോ. ഗുവാഹട്ടി. ഓക്കെ, ഗുവാഹട്ടിയാണ് കേട്ടോ. ഓക്കെ, ഗുവാഹട്ടിയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഗുവാഹട്ടിയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. 2024 എവിടെ വെച്ച് നടന്നു? ചൈനയിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, ചൈനയിൽ നടന്നു. ഇനി നടക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ഗുവാഹട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അസാം റീജിയൻ ആണെന്ന് തോന്നുന്നു ഗുവാഹട്ടി. ഓക്കെ, ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇതിന് മുമ്പേ എന്താണ് നമ്മുടെ വേൾഡ് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഒരിക്കൽ കൂടെ നടന്നിട്ടുണ്ട്. അത് 2008 നമ്മുടെ പൂനെ എന്ന് പറയുന്ന, പൂനെ മഹാരാഷ്ട്രയിൽ വെച്ചായിരുന്നു നടന്നത് കേട്ടോ. 2008 പൂനെയിൽ 2ാമത്തെ തവണയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത് 6th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, 6ാമത്തെ
കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. യൂത്ത് ഗെയിംസ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ആലോചിക്കുക എന്താണ്, കുഞ്ഞ് ആൾക്കാരുടെ 18 വയസ്സിൽ താഴെയുള്ള 21 വയസ്സിൽ താഴെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളെയാണ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ലെവലാണ് ഏതിൽ വരുന്നത്, നമുക്ക് ഈ പറയുന്ന കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വരുന്നത്. അതിലെന്താണ്, സ്റ്റേറ്റ് ബേസ് തന്നെയാണ്. അപ്പോൾ ഈ 6ാമത്തെ എഡിഷനാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. 6ാമത്തെ എഡിഷനാണ് ഇപ്പം നടന്നത്. 2024 നടന്നത് 6ാമത്തെ എഡിഷനാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്, 18 വയസ്സല്ലേ യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 2018 സ്റ്റാർട്ട് ചെയ്തതെന്ന് ആലോചിക്കുക കേട്ടോ. 2018 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2024 അതിൻ്റെ 6ാമത്തെ എഡിഷൻ ആയിരുന്നു. 2023 ജയിച്ചത് നടന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്റ്റ് കൺട്രിയാണ് കേട്ടോ. 2023 നടന്നത് മധ്യപ്രദേശിൽ വെച്ചാണ് നടന്നത് കേട്ടോ. മധ്യപ്രദേശിൽ വെച്ചാണ് നടന്നത്. 2024 ഈ വർഷം എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടുവിൽ വെച്ചാണ് നടന്നത് കേട്ടോ. 2024 എവിടെ വെച്ച് നടന്നു, തമിഴ്നാടിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, ആ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? തമിഴ്നാട്ടിൽ വെച്ചാണ് നടന്നത്. 2023 മധ്യപ്രദേശിൽ വെച്ചും 2024 തമിഴ്നാട് വെച്ചാണ് നടന്നത്. ഇതിന്റെ 2024 മസ്കോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, മസ്കോട്ട് എന്താണെന്ന് ചോദിച്ചാൽ 2024 എന്തായിരുന്നു മസ്കോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീരമാങ്കൈ. വീരമാങ്കൈ എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന് അഗെയിൻസ്റ്റ് ഫോർട്ട് ചെയ്ത ഒരു ഫീമെയിലാണ് കേട്ടോ. ഫീമെയിൽ റെപ്രസെൻറ്റേറ്റീവ്, ഫ്രീഡം ഫൈറ്റർ എന്നുള്ള രീതിയിലാണ് തമിഴ്നാടിനെ റെപ്രസെന്റ് ചെയ്താണ് നടന്നതുകൊണ്ടാണ് മസ്കോട്ട് എന്തായി മാറിയത്, വീരമാങ്കൈ എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടർ ആയത് കേട്ടോ. വീരമാങ്കയുടെയാണ് മസ്കോട്ട് വെച്ചത്. അന്ന് ആരാണ് ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിന്നർ ആര് തന്നെയായിരുന്നു, മഹാരാഷ്ട്രയാണ് കേട്ടോ. ഈ 6 എഡിഷൻ നടന്നതിലും 4 തവണയും വിൻ ചെയ്ത ഒരേ ഒരു ടീം, ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ വിന്നിംഗ് പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ വിൻ ചെയ്തത് ആരാണ്, 2024 തമിഴ്നാടിൽ വെച്ച് മത്സരിച്ചതിൽ വിൻ ചെയ്തത് മഹാരാഷ്ട്രയാണ്. രണ്ടാമതാണ് ആരെന്ന് പറയുന്നത്, സെക്കൻഡ് പൊസിഷനിലാണ് തമിഴ്നാട് ഉള്ളത് കേട്ടോ. സെക്കൻഡ് പൊസിഷനിലാണ് തമിഴ്നാട് ഉള്ളത്. ഇതിന് മുന്നത്തെ വർഷവും 2023 നടന്നപ്പോഴും മഹാരാഷ്ട്ര തന്നെയാണ് ജയിച്ചത്. ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടുന്ന ആർക്കാണ്, മഹാരാഷ്ട്രയ്ക്കാണ് കേട്ടോ. അപ്പോൾ 4 തവണ മഹാരാഷ്ട്ര ജയിച്ചിട്ടുണ്ട്. അതിന് മുന്നത്തെ തവണ ആരാണ്, ഹരിയാനയാണ് ജയിക്കുന്നത്. 2021 ആ ഒരു ടൈമിൽ നടക്കുമ്പോൾ നമ്മുടെ ഹരിയാനയാണ് ജയിക്കുന്നത്. എന്തായാലും ഇത്രയും പോയിന്റ്സ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ആലോചിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ 2024 വിന്നേഴ്സിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. 2024 വിന്നേഴ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. 2024 തോമസ് കപ്പും യൂബർ കപ്പും കിട്ടിയത് ആർക്കാണ്? തോമസ് കപ്പ് യൂബർ കപ്പ് ഒക്കെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്, അത് ആദ്യം അറിഞ്ഞിരിക്കണം. തോമസ് കപ്പ് യൂബർ കപ്പ് ഏതിൻ്റെയാണ്, ബാഡ്മിൻ്റൺ കപ്പുകളാണ് കേട്ടോ. ബാഡ്മിൻ്റൺ കപ്പുകളാണ്. ബാഡ്മിൻ്റൺ ഷട്ടിൽ കോക്ക് കൊണ്ട് ഉപയോഗിക്കുന്ന കളിയാണ് ബാഡ്മിൻ്റൺ. ബാഡ്മിൻ്റൻ്റെ കപ്പുകളാണ് തോമസ് കപ്പും യൂബർ കപ്പും. തോമസ് കപ്പ് ആര് കളിക്കുന്നതാണ്, തോമസ് ഒരു ആണിൻ്റെ പേരല്ലേ. അപ്പോൾ മെൻ കാറ്റഗറിക്ക് ഉള്ള കപ്പാണ് തോമസ് കപ്പ്. യൂബറൊക്കെ വിളിച്ച് പോകുന്ന ആരാണ്, ഫീമെയിൽസ് അല്ലേ. അപ്പോൾ അതെന്താണ്, ഫീമെയിൽ കാറ്റഗറിക്കുള്ള കപ്പാണ് കേട്ടോ. ഫീമെയിൽസിന് കൊടുക്കുന്നത് യൂബർ കപ്പും മെയിൽ കാറ്റഗറിക്ക് കൊടുക്കുന്നത് തോമസ് കപ്പുമാണ്. അപ്പോൾ ഈ വർഷം 2024 ഹോസ്റ്റ് ചെയ്തത് ആരാണ്, ചൈനയാണ് ഹോസ്റ്റ് ചെയ്തത് കേട്ടോ. എവിടെ വെച്ചാണ് മത്സരം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയിൽ വെച്ചാണ് മത്സരം നടന്നത്. ആരാണ് ജയിച്ചതെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, ചൈന തന്നെയാണ് ജയിച്ചത്. കാരണം മെൻ ടൈറ്റിലും അതുപോലെ തന്നെ ഫീമെയിൽ ടൈറ്റിലും ആർക്ക് തന്നെ, വിമൻസ് ടൈറ്റിലും ആർക്ക് തന്നെ കിട്ടി, ചൈനയ്ക്ക് തന്നെ കിട്ടി. അതായത് തോമസ് കപ്പും കിട്ടി, യൂബർ കപ്പും കിട്ടി. മെയിൽ കാറ്റഗറിയുടെ കപ്പും കിട്ടി, ഫീമെയിൽ കാറ്റഗറിയുടെ കപ്പും ചൈനയ്ക്ക് തന്നെയാണ് കിട്ടിയത്. ആരെ ഡിഫീറ്റ് ചെയ്തു, ഇന്തോനേഷ്യയെ തോപ്പിച്ചുകൊണ്ടാണ് ഈ യൂബർ കപ്പും തോമസ് കപ്പും ആരെടുത്തത്, ചൈന എടുത്തതെന്ന് മനസ്സിലാക്കുക. അതായത് റണ്ണറപ്പ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. വിന്നർ ചൈനയും റണ്ണറപ്പ് ഇന്തോനേഷ്യയുമാണ്. ഓക്കെ, അപ്പോൾ ഇന്തോനേഷ്യയും അതുപോലെ തന്നെ നല്ലപോലെ മത്സരിച്ചുകൊണ്ടിരുന്നതാണ്. ഇതുവരെയും യൂബർ കപ്പൊക്കെ കിട്ടി ടൈറ്റിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഇന്തോനേഷ്യ. അവരെ തോപ്പിച്ചിട്ടാണ് ഇപ്പം എന്ത് ചെയ്തത്, ചൈന കയറിയിട്ടുള്ളത്. അപ്പോൾ 2024 തോമസ് ആൻഡ് യൂബർ കപ്പിൽ കിട്ടിയത്, ഹോസ്റ്റ് ചെയ്തതും ചൈന, കിട്ടിയതും ചൈനയ്ക്കാണ്. ഇനി 2024 ICC മെൻസ് T20 വേൾഡ് കപ്പ്. T20 വേൾഡ് കപ്പ്, നമ്മൾ വേൾഡ് കപ്പിനെ പറ്റിയും പറഞ്ഞു. 1983-ലും 2011-ലുമാണ് നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയത്. അതുപോലെ ഇന്ത്യക്ക് T20 വേൾഡ് കപ്പും ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ICC എന്താണ് 2024 ICC മെൻസ് T20 വേൾഡ് കപ്പ് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്, ഇന്ത്യക്കാണ് അല്ലേ. ഇന്ത്യയുടെ എത്രാമത്തെ സമയമാണ്, സെക്കൻഡ് ടൈം വിന്നിങ് ആണ് കേട്ടോ. രണ്ടാമത്തെ തവണയാണ് വേൾഡ് കപ്പ് കിട്ടിയ പോലെ ഇതും എന്താണ്, നമുക്ക് രണ്ടാമത്തെ തവണയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന അവാർഡ് കിട്ടുന്നത് കേട്ടോ. 2024 രണ്ടാമത്തെ തവണ കിട്ടുന്നത്. ആദ്യം കിട്ടുന്നത് എപ്പോഴാണ്, 2007 കേട്ടോ. 2007 ഓക്കെ, 2007 ഫസ്റ്റ് ടൈം T20 വേൾഡ് കപ്പ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 2024 T20 വേൾഡ് കപ്പ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ
വിന്നർ ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു കേട്ടോ. ഇന്ത്യ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കിട്ടുന്നത് കേട്ടോ. സെക്കൻഡ് ടൈം ആണ് കിട്ടുന്നത്. സെക്കൻഡ് ടൈം ആണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ടൈം എന്നായിരുന്നു? 2007 ഫസ്റ്റ് കിട്ടിയത്. 2007 രണ്ടാമത്തെ തവണയാണ് 2024. ഹോസ്റ്റ് കൺട്രീസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഹോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ USA വെസ്റ്റ് ഇൻഡീസും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഹോസ്റ്റ് ചെയ്തത്. അതായത് എവിടെയൊക്കെ വെച്ചാണ് മത്സരങ്ങൾ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA വെച്ച് നടന്നു, വെസ്റ്റ് ഇൻഡീസിലും വെച്ച് നടന്നു കേട്ടോ. ഹോസ്റ്റ് കൺട്രി ആരെയാണ് തോൽപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫീറ്റഡ് സൗത്ത് ആഫ്രിക്ക. ഡിഫീറ്റ് ചെയ്ത് ആരെയാണ്? സൗത്ത് ആഫ്രിക്കയെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് കയറിയത്. ഈ പറയുന്ന ICC മെൻസ് T20 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം തന്നെ 2007 ആയിരുന്നു കേട്ടോ. ഈ ICC മെൻസ് T20 വേൾഡ് കപ്പ് T20 സ്റ്റാർട്ടഡ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് 2007 ആ സ്റ്റാർട്ട് ചെയ്ത വർഷം തന്നെ നമുക്ക് എന്ത് കിട്ടി? മെഡൽ കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. 2007 ഫസ്റ്റ് ടൈം കിട്ടുന്നത്. അതെന്ത് ചെയ്തു? അന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ആരെ തോൽപ്പിച്ചുകൊണ്ട്? പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ടാണ് അന്ന് എന്ത് ചെയ്യുന്നത്? ICC മെൻസ് T20 വേൾഡ് കപ്പ് കിട്ടുന്നത്. ഇത്തവണ നമ്മൾ ആരെയാണ് തോൽപ്പിക്കുന്നത്? സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്തത്? ICC മെൻസ് T20 വേൾഡ് കപ്പ് കിട്ടുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ഇതൊക്കെ എന്താണ്? ക്രിക്കറ്റിന്റെ കാര്യമാണ്. ആരാണ് പ്ലെയർ ഓഫ് ദ സീരീസ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് സെലക്ട് ചെയ്തത്? പ്ലെയർ ഓഫ് ദ സീരീസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൂംറയാണ് കേട്ടോ. ബൂംറയാണ് കേട്ടോ. ഓക്കെ, ഇത്രയും പോയിന്റ് മനസ്സിലായല്ലോ. ഇനി അടുത്ത് ഈ പറയുന്ന പോലെ സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് 2024 സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് 2024 കിട്ടിയത് ആർക്കെന്നാണ് ചോദിക്കുന്നത്. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് 2024 ആർക്കാണ് കിട്ടിയത്? സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹോക്കിയുമായിട്ടാണ് കേട്ടോ. ഹോക്കി കപ്സുകളാണ് ഏതെന്ന് പറയുന്നത്? സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്. അങ്ങനെയാണെങ്കിൽ ഹോക്കിയുടെ 2-3 കപ്പും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ബെയ്റ്റൺ കപ്പ്, അതുപോലെ ബോംബൈ ഗോൾഡ് കപ്പ്, അതുപോലെ എന്തുണ്ട്? സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഉണ്ട്. അതുപോലെ വേറെ എന്തുണ്ട്? ബൈറ്റൺ കപ്പ്, ബോംബൈ ഗോൾഡ് കപ്പ്, അഗാഖാന്റെ കപ്പ്. ഓക്കെ, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അഗാഖാൻ കപ്പ്. പിന്നെ നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോക്കിയുടെ വിസാർഡ് എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ട്രോഫി ഏതിനു വേണ്ടിയാണ്? ഈ പറയുന്ന ഈ ഹോക്കിക്ക് വേണ്ടിയുള്ളതാണ്. ബെയ്റ്റൺ കപ്പ്, ബോംബൈ ഗോൾഡ് കപ്പ്, അഗാഖാൻ കപ്പ്, ധ്യാൻ ചന്ദ് ട്രോഫി. അതുപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നും കൂടെ ഉണ്ട്. മുരുഗപ്പ കപ്പ് കേട്ടോ. കാരണം മുരുഗപ്പ എന്ന് പറയുന്ന ഒരാളെ ഫേമസ് ആയിട്ടുള്ള ഒരാളെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. മുരുഗപ്പ കപ്പ് എന്നുള്ളത് ഏതാണ്? ഹോക്കിയിൽ വരുന്ന കപ്പാണ്. മുരുഗപ്പ കപ്പ് കേട്ടോ. അത്രയും കപ്സും കൂടെ ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ അഡീഷണൽ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ എന്താണ്? സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് 2024 ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്റ്റ് കൺട്രി ആയിട്ടുള്ളത് മലേഷ്യ. ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് മലേഷ്യക്കാരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മത്സരം നടത്തിയിട്ടുള്ളത്. ചാമ്പ്യൻ ആയിരുന്നത് ആരായിരുന്നു? നമ്മുടെ ജപ്പാനായിരുന്നു കേട്ടോ. ജപ്പാനാണ് ചാമ്പ്യൻസ്. വിന്നേഴ്സ് ആയത് ജപ്പാനും, തോൽപ്പിച്ചത് ആരെ? പാകിസ്ഥാനെയാണ് കേട്ടോ. പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ടാണ് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ആര് നേടുന്നത്? ജപ്പാൻ നേടുന്നത് കേട്ടോ. അതും ഹോക്കിയിലാണ്. ഫീൽഡ് ഹോക്കി ആരുടെയൊക്കെ നാഷണൽ ഗെയിമാണ്? ഈ പറയുന്ന നമ്മുടെ ആർക്കൊക്കെയാണ്? ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പം എടുത്ത് പറയുന്നില്ലെങ്കിലും നാഷണൽ ഗെയിമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കളിയാണ് ഏതെന്ന് പറയുന്നത്? ഫീൽഡ് ഹോക്കി എന്ന് പറയുന്നത് അല്ലേ. പാകിസ്ഥാൻ്റെയും നാഷണൽ ഗെയിം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഏതിനെ തന്നെയാണ്? ഫീൽഡ് ഹോക്കിയെ തന്നെയാണ്. അപ്പോൾ ഹോക്കിയുടെ കാര്യം അവിടെ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് സ്പോർട്സ് പേഴ്സണാലിറ്റിയിലേക്കാണ്. ആരാണ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് എന്ന് നോക്കാം നമുക്ക്. വിച്ച് ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ദ സ്പോർട്സ്? ഫസ്റ്റ് ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ ടു വിൻ ഒളിമ്പിക് മെഡൽ. ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ ഫസ്റ്റ് വിൻ ചെയ്തത് ആരാണ്? ഈ പറയുന്ന 4 പേരും ബാഡ്മിന്റൺ പ്ലെയേഴ്സ് ആണ്. നമ്പർ 1 പ്ലെയേഴ്സ് തന്നെയാണ് അല്ലേ. ബാഡ്മിന്റൺ പ്ലെയേഴ്സ് തന്നെയാണ്. ഷട്ടിൽ കോക്കിന്റെ പ്ലെയേഴ്സ് തന്നെയാണ്. അതിൽ ആർക്കാണ് ആദ്യമായിട്ട് ഒളിമ്പിക് മെഡൽ കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ പ്രകാശ് പദുക്കോൺ നമ്പർ 1 ഫസ്റ്റ് നിന്ന ആളാണ്. അതായത് ബാഡ്മിന്റൺ എന്ന് പറഞ്ഞ ഒരു ഗെയിമിനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുക, വേൾഡ് ലെവലിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന പ്രകാശ് പദുക്കോൺ എന്ന് പറഞ്ഞത്. അതായത് നമ്പർ 1 ആയിട്ട് ആ ഒരു സമയത്തൊക്കെ നമ്പർ 1 പ്ലെയർ ആയിട്ട് മാറിയ ആളാണ് പ്രകാശ് പദുക്കോൺ. ആരാണ്? ദീപിക പദുക്കോണിന്റെ അച്ഛനായിട്ടുള്ള പ്രകാശ് പദുക്കോൺ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ആ സമയത്ത് നമ്പർ 1 എന്ന് പറഞ്ഞാൽ വേൾഡ് കാറ്റഗറിയിൽ ആദ്യമായിട്ട് എത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ PV സിന്ധു ഉണ്ട്, സൈന നെഹ്വാൾ ഉണ്ട്, കിഡംബി ശ്രീകാന്ത് ഉണ്ട്. അപ്പം
പ്രകാശ് പതുക്കോണ്ട് എന്തായാലും എന്ത് കിട്ടിയിട്ടില്ല, ഒളിമ്പിക്സ് കിട്ടിയിട്ടില്ല. സൈന നെഹ്വാളിനും PV സിന്ധുവിനും ഒളിമ്പിക്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കിട്ടിയത് ആരെന്നാണ് ചോദിക്കുന്നത്. അത് ആരാണ്? സൈന നെഹ്വാൾ ആണ്. ഫസ്റ്റ് ആയിട്ട് പ്രകാശ് പതുക്കോൺ ആണ് ഇതിന് എന്ത് ചെയ്തിരിക്കുന്നത്, ബാഡ്മിന്റന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ തവണ ഏറ്റവും ഫസ്റ്റ്ലി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഒരു ബാഡ്മിന്റൺ വിന്നിങ് കിട്ടുന്നത് ആർക്കാണ്, ഒളിമ്പിക് മെഡൽ കിട്ടുന്ന ആർക്കാണ്, സൈന നെഹ്വാളിനാണ് കേട്ടോ. സൈന നെഹ്വാളിനാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. എവിടുത്തെ ആളാണ്? ഹരിയാനക്കാരിയാണ് കേട്ടോ. ഹരിയാനക്കാരിയാണ്. ഇവരുടെയൊക്കെ സ്റ്റേറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്സും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കണം കേട്ടോ. സൈന നെഹ്വാൾ ഹരിയാനയിലുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട കാര്യം, സൈന നെഹ്വാൾ എന്ന് പറഞ്ഞാൽ എന്നാണ് മെഡൽ കിട്ടുന്നത്, ഒളിമ്പിക് മെഡൽ എപ്പോഴാണ് കിട്ടുന്നത്? 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മെഡൽ കിട്ടുന്നത് കേട്ടോ. ലണ്ടൻ ഒളിമ്പിക്സിലാണ് കിട്ടുന്നത്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് സൈന നെഹ്വാളിന് മെഡൽ പട്ടികയിൽ കിട്ടുന്നത്. എന്ത് മെഡലാണ് കിട്ടുന്നത്? ബ്രോൺസ് ആണ് കേട്ടോ കിട്ടുന്നത്. ബ്രോൺസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് മെഡലാണ്, ബ്രോൺസ് ആണ് കിട്ടുന്നത്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ PV സിന്ധുവിന്റെ പ്രത്യേകത എന്താണ്? സൈന നെഹ്വാൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈന നെഹ്വാൾ എല്ലാ കാര്യത്തിനും നമ്പർ 1 ആയിരുന്നു. ബാഡ്മിന്റൺ പ്ലേയിങ്ങിൽ തന്നെ ഏറ്റവും നമ്പർ 1 പട്ടികയിൽ നിന്ന ആളാണ് സൈന നെഹ്വാൾ. ഇപ്പോഴും ആ ഒരു പട്ടികയിൽ കീപ്പപ്പ് ചെയ്ത് പോകുന്ന ആൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ആരെന്ന് പറയുന്നത്? PV സിന്ധു. PV സിന്ധുവിന്റെ പ്രത്യേകത എന്താണ്? ഡബിൾ മെഡലിസ്റ്റ് ആണ് അല്ലെ. ഡബിൾ ഒളിമ്പിക് മെഡലിസ്റ്റ് ആണ്. ഡബിൾ ഒളിമ്പിക് മെഡലിസ്റ്റ് ആണ്. 2 തവണയാണ് ഒളിമ്പിക് മെഡൽ കിട്ടിയത് അല്ലേ. 2 തവണ ഒളിമ്പിക് മെഡൽ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ഈ കഴിഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിൽ എന്ത് കിട്ടി? 2024 നമുക്ക് കിട്ടിയത് 2016 2020 അല്ലേ. 2016 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് എന്ത് കിട്ടുന്നത്? ടോക്കിയോയിലാണ് എന്ത് കിട്ടുന്നത്? സിൽവർ മെഡൽ കിട്ടുന്നത് അല്ലേ. സിൽവർ കിട്ടുന്നത്. 2016 റയോ ഒളിമ്പിക്സിൽ എന്താ കിട്ടുന്നത്? റയോയിൽ എന്താ കിട്ടുന്നത് നമുക്ക്? ഓക്കെ, 2016 റയോയിൽ സിൽവറും ടോക്കിയോയിൽ ബ്രോൺസും ആണ് അല്ലേ. ടോക്കിയോയിൽ ബ്രോൺസും ആണ് കിട്ടുന്നത്. ഓക്കെ, 2020 ടോക്കിയോയിൽ ബ്രോൺസ് ആണ് കിട്ടുന്നത്. അതെ, ഓക്കെ, ആ പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2016 റയോയിൽ സിൽവറും 2020 ടോക്കിയോയിൽ ബ്രോൺസും ആണ് ആർക്ക് കിട്ടുന്നത്? PV സിന്ധുവിന്. ഡബിൾ ഒളിമ്പിക് മെഡലാണ്. പക്ഷെ സൈന നെഹ്വാളിന് ഒരൊറ്റ മെഡലേ കിട്ടിയിട്ടുള്ളൂ, അത് ബ്രോൺസ് ആണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണെന്ന് ആലോചിക്കുക. PV സിന്ധുവിന് ഡബിൾ ഒളിമ്പിക് മെഡലാണ് കിട്ടിയത്. 2016 റയോയിൽ സിൽവറും 2020 ടോക്കിയോയിൽ ബ്രോൺസിലും. അത് കഴിഞ്ഞ് ഈ 2024 പങ്കെടുത്തതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഫൈനലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അല്ലേ. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ആലോചിക്കേണ്ട. 2024 മെഡൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല PV സിന്ധുവിന്. പക്ഷേ പിന്നെ PV സിന്ധുവിനെ കുറിച്ച് എടുത്ത് പറയാനാണെങ്കിൽ എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം വേൾഡ് ചാമ്പ്യൻ. ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം വേൾഡ് ചാമ്പ്യൻ ഇൻ ഫസ്റ്റ്. ആ പോയിന്റ് കൃത്യമായിട്ട് ആലോചിക്കണം കേട്ടോ. ഫസ്റ്റ് സൈന നെഹ്വാൾ എത്രയൊക്കെ മുമ്പിലാണെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം വേൾഡ് ചാമ്പ്യൻ. വേൾഡ് ചാമ്പ്യൻ എന്തില്? നമ്മുടെ ബാഡ്മിന്റണിൽ വേൾഡ് ചാമ്പ്യൻ എന്ന്. കാരണം ഇവരൊക്കെ എന്താണ്, ഈ പറയുന്ന പ്രകാശ് പതുക്കോൺ ആയാലും സൈന നെഹ്വാളൊക്കെ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോയിട്ടുണ്ട്. പക്ഷെ മെഡൽ ഒന്നും കിട്ടാൻ എത്തിയിട്ടില്ല. അതായത് ഗോൾഡ് മെഡൽ ഒന്നും കിട്ടിയിട്ടില്ല. സിൽവർ ഒക്കെ കിട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം വേൾഡ് ചാമ്പ്യൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? PV സിന്ധു. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് PV സിന്ധു എന്ന് പറയുന്നത് കേട്ടോ. PV സിന്ധു എന്ന് പറയുന്നത് ഡബിൾ ഒളിമ്പിക് മെഡലിസ്റ്റും ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം വേൾഡ് ചാമ്പ്യൻ ഇൻ ബാഡ്മിന്റനും ആര് തന്നെയാണ്? PV സിന്ധു ആണ് കേട്ടോ. PV സിന്ധു എവിടത്തെ ആളാണ്? PV സിന്ധു ആന്ധ്രാപ്രദേശ് ആണ് അല്ലേ. ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. സൈന നെഹ്വാൾ ഹരിയാന, PV സിന്ധു ആന്ധ്രാപ്രദേശ്, പ്രകാശ് പതുക്കോൺ എവിടെയാണ്? കർണാടക ബാംഗ്ലൂരാണ്. കിഡംബി ശ്രീകാന്ത് എവിടത്തെയാണ്? ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ്. കിഡംബി ശ്രീകാന്ത് ഇപ്പൊ എന്താണ്? നമ്പർ 2nd പ്ലെയർ ആയിട്ടാണ് നിൽക്കുന്നത്. ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലാണ് കിഡംബി ശ്രീകാന്ത്. ഇപ്പൊ എന്താണ്? യങ്ങസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബാഡ്മിന്റൺ പ്ലെയർ ആണ്. വന്നിട്ടുള്ളതിൽ ഇപ്പൊ യങ്ങസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെയിൽ പ്ലെയർ ആണ്. എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ്. ബാഡ്മിന്റണിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് കിഡംബി ശ്രീകാന്ത് പറഞ്ഞാൽ. പത്മശ്രീ 2018 അത് ആലോചിക്കുക. പത്മശ്രീ കിട്ടുന്നത് 2018. അതുപോലെ അർജുന അവാർഡ് കിട്ടുന്നത് 2015 കേട്ടോ. അവാർഡ് 2015 ആർക്ക് കിട്ടുന്നത്? ഈ പറയുന്ന കിഡംബി ശ്രീകാന്തിന് കിട്ടുന്നത്. പത്മശ്രീ 2018 അർജുന അവാർഡ് 2015 കിട്ടുന്നത്. ആ പോയിന്റും കൂടെ കൃത്യമായിട്ട് ആലോചിക്കുക. കിഡംബി ശ്രീകാന്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റൈസിംഗ് സ്റ്റാർ പോലെയാണ് ബാഡ്മിന്റണിൽ കേട്ടോ. വൈകാതെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് അവാർഡ്സ് കിട്ടുന്ന ആൾ തന്നെയാണ് കിഡംബി ശ്രീകാന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക.
ഇനി അടുത്ത് നമുക്ക് PV സിന്ധുവിൻ്റെയും സൈന നെഹ്വാൾ രണ്ടുപേരും ബാഡ്മിൻ്റണിൽ ഭയങ്കര ഉത്തമ മോഡൽസ് ആണ്. കാരണം ഉജ്ജ്വലമായ പെർഫോമൻസ് ആണ് അവർ രണ്ടുപേരും കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് അവരുടെ മെഡൽ പട്ടികയും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഏതൊക്കെ മെഡൽസ് ആണ് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈന നെഹ്വാളിന് അർജുന അവാർഡ് കിട്ടുന്നത് 2009 ഇവിടെ PV സിന്ധുവിന് 2013 ശ്രീകാന്ത് കിഡംബിൽ 2015 ഓക്കെ. ഇനി അടുത്ത് പത്മശ്രീയും കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണ്? 4th ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണെന്നൊക്കെ അറിയാലോ. അതെന്താണ്? 2015 കിട്ടുന്നത്. പത്മശ്രീ കിട്ടുന്നത് 2015 ഇവിടെ പത്മശ്രീ കിട്ടുന്നത് 2010 ഓക്കെ. എന്തായാലും സൈന നെഹ്വാൾ കഴിഞ്ഞിട്ടാണ് PV സിന്ധു വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം ലൈൻ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. പിന്നെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2016 കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2010 കിട്ടുന്നത്. ഓക്കെ. 2010 ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡും പത്മശ്രീ ഒരുമിച്ച് കിട്ടി. പത്മഭൂഷൺ ആണ് ആർക്ക് കിട്ടുന്നത്? 2016 കിട്ടുന്നത്. ഇവിടെ 2021 എന്ത് കിട്ടുന്നത്? PV സിന്ധുവിന് പത്മഭൂഷൺ കിട്ടിക്കുന്നത്. ഇത്ര അവാർഡ്സ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? ഇതുവരെയും കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. സെക്കൻഡ് ഹയസ്റ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്പോർട്ട് പേഴ്സണാലിറ്റി ആണ്. ഹു ഹാസ് വോൺ മെൻസ് സിംഗിൾ ടൈറ്റിൽ അറ്റ് 2024 ഫ്രഞ്ച് ഓപ്പൺ? 2024 ഫ്രഞ്ച് ഓപ്പണിൽ വിൻ ചെയ്ത ആരാണെന്ന് ചോദിക്കുന്നത്. മെൻസ് സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മെൻസ് സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ആരാണ്? ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ ഓപ്പൺ, ഇതൊക്കെ ഏതിൻ്റെ ഓപ്പൺസ് ആണ്? ശരിക്കും പറഞ്ഞാൽ ടെന്നീസ് ടൂർണമെന്റ്സ് ആണ് അല്ലേ. ബാഡ്മിൻ്റന് സെപ്പറേറ്റ് കപ്പുണ്ട്. ഇതുപോലെ ടെന്നീസിൻ്റെ മെയിൻ ആയിട്ടുള്ള കപ്പാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. ഗ്രാൻഡ് സ്ലാം വർഷത്തിൽ 4 തവണ നടക്കുന്ന ഗ്രാൻഡ് സ്ലാംസ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ ഓപ്പൺ, US ഓപ്പൺ. ഇതാണ് 4 ഓപ്പൺസ്. ഈ ടൈറ്റിൽ വിന്നറിംഗ് ആണ് ഏറ്റവും പ്രധാനം. ടെന്നീസ് കളിക്കുന്നവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പട്ടികയാണ്. ഈ 4 ടൈറ്റിലും വിൻ ചെയ്യുന്നവരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പറയുന്ന മെൻസ് സിംഗിൾ ടൈറ്റിൽ 2024 ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയ ആൾക്കാർ. ഫ്രഞ്ച് ഓപ്പണിന്റെ മറ്റൊരു പേരെന്താണ്? റോളണ്ട് ഗാരോസ് ആണ് കേട്ടോ. ഫ്രഞ്ച് ഓപ്പൺ അല്ലെങ്കിൽ എന്തും പറയാം അവര്? റോളണ്ട് ഗാരോസ്. ഈ ഫ്രഞ്ച് ഓപ്പണിന്റെ മറ്റൊരു പേരാണ് റോളണ്ട് ഗാരോസ് എന്ന് പറയുന്നത് കേട്ടോ. റോളണ്ട് ഗാരോസ്. നോവക് ജോക്കോവിച്ച് ആണോ, റാഫേൽ നടയിലാണോ, റോജർ ഫെഡറർ ആണോ, കാർലോസ് അൽക്കാരസ് ആണോ? ഈ 4 പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടെന്നീസിന്റെ ഏറ്റവും മികച്ച ആൾക്കാരാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞില്ലേ ടെന്നീസ് ഗ്രാൻഡ് സ്ലാംസ് നടക്കുന്നത് ഫസ്റ്റ് നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഈ ജനുവരി സമയത്താണ് ഓസ്ട്രേലിയൻ തുടങ്ങുന്നത്. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ, റോളണ്ട് ഗാരോസ് ഓപ്പൺ, അത് കഴിഞ്ഞ് വിംബിൾഡൺ ഓപ്പൺ, അത് കഴിഞ്ഞ് US ഓപ്പൺ. അതിൻ്റെ ടൈം ലൈനും പറഞ്ഞിട്ടുണ്ട്. ഏത് കോർട്ടിലാണ് കളിക്കണേന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും ഹാർഡ് കോർട്ടിലാണ് കളിക്കാറുള്ളത് കേട്ടോ. ഹാർഡ് കോർട്ട്. ഈ ഓസ്ട്രേലിയനും US ഹാർഡ് കോർട്ടിലാണ്. ഗ്രാസ് കോർട്ടിൽ കളിക്കുന്നത് ഏതാണ്? വിംബിൾഡൺ ആണ് കേട്ടോ. വിംബിൾഡൺ ആണ് ഗ്രാസ് കോർട്ടിൽ കളിക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ ക്ലേ കോർട്ടിലാണ്. ക്ലേയുടെ കോർട്ടിലാണ് ഫ്രഞ്ച് ഓപ്പൺ കളിക്കുന്നത്. റോളണ്ട് ഗാരോസ് കളിക്കുന്നത് ക്ലേ കോർട്ടിലാണെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഇത്രയും പോയിന്റ്സ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇത്രയും ടൈറ്റിൽസിന്റെ വിന്നേഴ്സ് ആണ് ബെസ്റ്റ് പ്ലെയേഴ്സ് എന്ന് അറിയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ 3 ആൾക്കാരും മാസ്റ്റർ 3 ആണ്. മെയിൻ ആയിട്ടുള്ള 3 ആണ്. മാസ്റ്റർ 3 എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവർ 3 പേരും വിജയിച്ചിട്ടുള്ള ടൈറ്റിൽസ് ഒന്നും വേറെ ആർക്കും വിജയിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ആണ്. അപ്പം ടെന്നീസ് എന്ന് പറയുന്ന ഒരു ഗെയിം ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓടി വരേണ്ട 3 പേരുകളാണ് നോവക് ജോക്കോവിച്ച്, റോജർ ഫെഡറർ, അതുപോലെ റാഫേൽ നടേൽ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും 3 പേരുടെ പേര് നിങ്ങൾ മനസ്സിൽ ആലോചിക്കണം. പിന്നെ കാർലോസ് അൽക്കാരസിനെ ആലോചിക്കണമെന്ന് പറയുന്നത് പുള്ളി ഇപ്പം എന്ത് ചെയ്യുന്നു? റൈസിങ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെന്നീസ് പ്ലെയർ ആണ്. അപ്പോൾ ഈ പറയുന്ന മെൻസ് സിംഗിൾ ടൈറ്റിലിന്റെ വിന്നർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. കാർലോസ് അൽക്കാരസ് ആണ് ആരുടെ വിന്നർ എന്ന് പറയുന്നത്? ഈ പറയുന്ന മെൻസ് സിംഗിൾ ടൈറ്റിൽ 2024 വിന്നർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. അപ്പോൾ കാർലോസ് അൽക്കാരസിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളിക്കാണ് എന്ത് ചെയ്തത്? ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയത്. അത് മാത്രമല്ല ഈ 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നപ്പോൾ അതിൽ സിൽവർ മെഡലും കിട്ടിയത് ആർക്കാണ്? സിൽവർ മെഡൽ കിട്ടുന്നത് ഈ പറയുന്ന കാർലോസ് അൽക്കാരസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗോൾഡ് മെഡൽ കിട്ടുന്ന ആർക്കായിരിക്കും? ഈ പറയുന്ന നോവക് ജോക്കോവിച്ച്. ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, നമ്പർ 1 ഇൻ ടെന്നീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ആരാണ്? ATAയുടെ ഏറ്റവും നമ്പർ 1 പട്ടികയിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന ആളാണ് നോവക് ജോക്കോവിച്ച് കേട്ടോ. നോവക് ജോക്കോവിച്ച്. എത്ര? 24 ടൈറ്റിലാണ് ഇതുവരെ എന്ത് ചെയ്തിരിക്കുന്നത്? വിൻ ചെയ്തിരിക്കുന്നത്. നമ്പർ 1 ആണ്.
വേൾഡിലെ നമ്പർ 1 ആണ് നോവക് ജോക്കോവിച്ച്. അത് കഴിഞ്ഞ് റാഫേൽ നഡേലാണ്. എത്ര ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട്? 22 ടൈറ്റിൽ. ഒട്ടും പുറകെയല്ല, അവർ 3 പേരും മാസ്റ്റേഴ്സ് ആണ്. റോജർ ഫെഡറർ 20ഓടെ പിന്നിലും ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അവർ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ, ഈ ടൈറ്റിൽ തന്നെ എത്ര വർഷവും അവരെന്ത് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയാണ്. നമ്പർ 1 എന്ന പട്ടികയിൽ തന്നെയാണ് ഇവർ ഇത്ര പേര് നിൽക്കുന്നത്. എന്നാലും നിങ്ങൾ ആലോചിക്കുക, 24 ഗ്രാൻഡ് സ്ലാം ടൈറ്റിലാണ് നോവക് ജോക്കോവിച്ചിനുള്ളത്, 22 ടൈറ്റിൽ റാഫേൽ നഡേലിനും, അതുപോലെ 20 ടൈറ്റിൽ റോജർ ഫെഡററിനും ഉണ്ട്. ഈ പറയുന്ന പോലെ ഇവരുടെയൊക്കെ സ്ഥലങ്ങൾ അറിഞ്ഞിരിക്കുക. നോവക് ജോക്കോവിച്ച് എന്താണ്? എല്ലാവരും എസ്സിൽ തുടങ്ങുന്ന കൺട്രീസ് ആണ്. സെർബിയൻ ആണ് കേട്ടോ, സെർബിയൻ. നോവക് ജോക്കോവിച്ച് സെർബിയൻ ആണ്. റാഫേൽ നഡേലും കാർലോസ് അൽക്കാരസും എന്താണ്? സ്പാനിഷ് ആണ് കേട്ടോ, സ്പാനിഷ്, സ്പെയിനിൽ നിന്നുള്ളവരാണ്, സ്പാനിഷ് ആണ്. റോജർ ഫെഡറർ എന്താണ്? സ്വിറ്റ്സർലാൻഡ് ആണ്, സ്വിസ് പ്ലെയർ ആണ്, സ്വിസ് പ്ലെയർ ആണ്, സ്വിറ്റ്സർലാൻഡിലെ പ്ലെയർ ആണ് റോജർ ഫെഡറർ. എല്ലാവരും എസ്സിലുള്ളതാണ്. നോവക് ജോക്കോവിച്ച് സെർബിയൻ, റാഫേലും കാർലോസും സ്പാനിഷ്, റോജർ സ്വിസ് ആണ്. ഓക്കെ, അത്രയും പോയിന്റ്സ് ആലോചിക്കുക. ഈ കഴിഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡൽ വിന്നറാണ് നോവക് ജോക്കോവിച്ച് എന്ന് പറയുന്നത് കേട്ടോ, നോവക് ജോക്കോവിച്ച്. അതിൽ രണ്ടാമത് കിട്ടിയ സിൽവർ മെഡലിസ്റ്റ് ആണ് കാർലോസ് അൽക്കാരസ്. ഫ്രഞ്ച് ഓമണിൽ മെൻസ് സിംഗിൾ ടൈറ്റിൽ കിട്ടിയതും കാർലോസ് അൽക്കാരസിനാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് അവിടെ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സ്, ഇന്ത്യനിലെ ഏതാണ് നമ്മുടെ ടെന്നീസ് പ്ലെയേഴ്സിനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ നിന്നുള്ളവരെ, ഇവരുടെയൊക്കെ പേര് കാണുമ്പോൾ ഇവർ ടെന്നീസിലാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സാനിയ മിർസയെ നിങ്ങൾക്ക് അറിയാം, അങ്കിത റെയ്നയെ മസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ റോഹൻ ബോപ്പന്ന ഈ ഇടയ്ക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റിട്ടയർമെന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ്? സോംദേവ് ദേവർമൻ. പിന്നെ ഈ ലിയാണ്ടർ പേസും മഹേഷ് ഭൂപതി. ലിയാണ്ടർ പേസിനാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ടെന്നീസിനെ റെപ്രസെന്റ് ചെയ്ത് മെഡൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ ഒരേ ഒരു ടെന്നീസ് പ്ലെയർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിയാണ്ടർ പേസ് ആണ് കേട്ടോ, ലിയാണ്ടർ പേസ് ആണ്. അവരെന്താണ്? ഡബിൾസിലാണ് കളിക്കുന്നത് കേട്ടോ. ലിയാണ്ടർ പേസും മഹേഷ് ഭൂപതിയും ഡബിൾസ് ആണ്. ഈ പറയുന്ന ടെന്നീസിൽ തന്നെ സിംഗിൾസും ഉണ്ട് ഡബിൾസും ഉണ്ട്. ഇവിടെ കണ്ടോ, സിംഗിൾ ടൈറ്റിൽ എന്നല്ലേ പറയണം, അതുപോലെ ഡബിൾ ടൈറ്റിലും ഉണ്ട്. അപ്പോൾ ഡബിൾസിലാണ് നോർമലി ലിയാണ്ടർ പേസും മഹേഷ് ഭൂപതിയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഡബിൾസിലാണ് കിട്ടുന്നത് കേട്ടോ. ഇനി അടുത്ത പ്രഗ്നേഷ് ഗുണേശ്വരൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ വളർന്നു വരുന്ന സുമിത് നാഗലും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. സുമിത് നാഗലിനൊക്കെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ടെന്നീസ് പ്ലെയർ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴായിട്ട് റൈസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. പിന്നെ ഈ അമൃത് രാജ് രണ്ടുപേരും എന്താണ് ഇതിലുള്ളവരാണ്. സോംദേവ് യൂക്കി ബംബ്രി എന്നൊക്കെ പറയുന്നവരൊക്കെ ഇതിലുള്ളതാണ്, ടെന്നീസിലുള്ളതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത, വിച്ച് കൺട്രി സ്പോർട്സ് പേഴ്സൺ ഹാസ് വോൺ ഹിസ് സെക്കൻഡ് ലോസന്നെ ഡയമണ്ട് ലീഗ് ടൈറ്റിൽ? സെക്കൻഡ് ലോസന്നെ ഡയമണ്ട് ലീഗ് ടൈറ്റിൽ കിട്ടിയത് ഈ പറയുന്നവരിൽ ഏത് രാജ്യത്തിലുള്ള ആൾക്കാരെന്നാണ്. എന്താണ് ഡയമണ്ട് ലീഗ് ടൈറ്റിൽ എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ലോസന്നെ വെച്ച് നടന്ന ഡയമണ്ട്, ലോസന്നെ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, സ്ഥലത്തിൽ വെച്ച് നടന്ന, സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്ഥലമാണ്. അപ്പം അവിടെ വെച്ച് നടന്ന ലോസന്നെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഡയമണ്ട് ലീഗിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പം ഡയമണ്ട് ലീഗ് ടൈറ്റിൽ എന്താണെന്ന് അറിയണം. ഡയമണ്ട് ലീഗ് ടൈറ്റിൽ എന്ന് പറയുന്നത് അത്ലറ്റ്സിന് വേണ്ടിയിട്ടുള്ള ടൈറ്റിലാണ് കേട്ടോ. അത്ലറ്റിക്സിന് വേണ്ടി, അത്ലറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഗെയിം എന്ന് വെച്ചാൽ ഒരു ലീഗ് ടൈറ്റിലാണ്. അത് അത്ലറ്റ്സിന് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റൂ. അവരുടെ റൈസിങ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ടൂർണമെൻ്റ് ആണ് ഡയമണ്ട് ലീഗ് ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ വർഷവും കിട്ടി. ഇപ്പോൾ എന്ത് ചെയ്തു, ഒരാൾ അവാർഡ് വാങ്ങിച്ചു. അതാ ഏത് രാജ്യത്തുള്ള ആളാണെന്നാണ് ചോദിക്കുന്നത്. ആളാരാണ്? നീരജ് ചോപ്രയാണ്. അപ്പോൾ എവിടെയാണ്? ഇന്ത്യയിലെ ആളാണ് അല്ലേ. നീരജ് ചോപ്രയാണ് ഇന്ത്യയിലെ ആളാണ്. നീരജ് ചോപ്ര ഇന്ത്യയിലെ ആളാണ്. നീരജ് ചോപ്രയ്ക്ക് എന്താണ് നമുക്ക് പറയാനുള്ള പ്രത്യേകത? നീരജ് ചോപ്രയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒളിമ്പിക്സിൽ അല്ലേ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് കിട്ടുന്നു? ഗോൾഡ് കിട്ടുന്നത് ആരെ കൊണ്ടാണ്? നമുക്ക് ഈ പറയുന്ന നീരജ് ചോപ്രയെ കൊണ്ടാണ് അല്ലേ. എന്താണ് ഗോൾഡ് മെഡൽ കിട്ടുന്നത്? ഗോൾഡ് മെഡൽ. ഓക്കെ, ഗോൾഡ് മെഡൽ കിട്ടുന്ന 2020 ആരെ കൊണ്ടാണ്? നമ്മുടെ ഈ പറയുന്ന നീരജ് ചോപ്രയെ കൊണ്ടാണ് കേട്ടോ, നീരജ് ചോപ്രയെ കൊണ്ടാണ്. ഈ വർഷം എന്താണ് കിട്ടിയത്? 2024 പാരീസ് ഒളിമ്പിക്സിൽ സിൽവർ ആണ് അല്ലേ, സിൽവർ. 2024 സിൽവറും 2020 ടോക്കിയോയിൽ ഗോൾഡും ആണ്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലോസന്നെ ഡയമണ്ട് ലീഗിൽ രണ്ടാമത്തെ അവാർഡാണ് കിട്ടുന്നത്. ആദ്യം ഗോൾഡ് കിട്ടി, ഇപ്പം എന്താണ് സിൽവർ ആണ് കിട്ടുന്നത് കേട്ടോ. ആദ്യം ഗോൾഡ് കിട്ടി, ഇപ്പം സിൽവർ ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത, ഹു ഈസ് ഇന്ത്യസ് ചെഫ് ദ മിഷൻ ദ പാരീസ് ഒളിമ്പിക്സ് 2024? പാരീസ് ഒളിമ്പിക്സ് 2024
ചെഫ് ദേ മിഷൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന പദവി. ഇത് ചെഫ് ദേ മിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അംബാസിഡർ കണക്കാണ് കേട്ടോ. അംബാസിഡർ അതിന്റെ ഏറ്റവും എന്താ ഈ ഇതിനെയൊക്കെ കുറിച്ച് ഇങ്ങനെ നോക്കി നടത്തേണ്ട ഒരു ചീഫ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലേക്ക് നിൽക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഈ ഒരു പൊസിഷൻ കൊടുക്കുന്നത്. പാരീസ് ഒളിമ്പിക്സ് നടക്കുമ്പോൾ അവിടുത്തെ എന്താണ് ചീഫായിട്ട് വർക്ക് ചെയ്യേണ്ട, മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യേണ്ട, ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ആളെന്നുള്ള രീതിയിൽ എല്ലാത്തിൻ്റെയും ഒരു സൗണ്ടായിട്ട് നിൽക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്ത് ചെയ്യുക, വോയിസ് ഓവർ ആയിട്ട് നിൽക്കേണ്ട ആളാണ് ആരെന്ന് പറയുന്നത്, ചെഫ് ദേ മിഷനായിട്ട് അംഗീകരിക്കുന്ന ആൾ. അപ്പോൾ അത് ആരെയാണ് അംഗീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് അംഗീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗഗൻ നാരങ്ങിനെയാണ് കേട്ടോ. ഗഗൻ നാരങ്ങിനെയാണ്. ഓക്കെ, ഗഗൻ നാരങ്ങിനെയാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്. ഗഗൻ നാരങ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 4 പേരും, ഈ ഗഗൻ നാരങ്, മാരി കോം, സൈന നെഹ്വാൾ, യോഗേശ്വർ ദത്ത്, ഇവർ ഇത്ര പേരും 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ എന്ത് കിട്ടിയവരാണ്, ബ്രോൺസ് മെഡൽ കിട്ടിയതാണ് കേട്ടോ. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇവർക്ക് 4 പേർക്കും എന്ത് കിട്ടി, ബ്രോൺസ് മെഡൽ കിട്ടിയ ആൾക്കാരാണ്. അപ്പൊ ഇപ്പോഴത്തെ ചെഫ് ദേ മിഷനായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ഗഗൻ നാരങ് ആണ്. ആരാണ്, റൈഫിൾ ഷൂട്ടർ ആണ് കേട്ടോ. റൈഫിൾ ഷൂട്ടർ ആണ്. അന്ന് 10M റൈഫിൾ ഷൂട്ടിങ്ങിൽ എന്ത് കിട്ടിയതാണ്, ബ്രോൺസ് മെഡൽ കിട്ടിയ ആളാണ് ആരെന്ന് പറയുന്നത്, ഗഗൻ നാരങ് എന്ന് പറയുന്നത് കേട്ടോ. ഗഗൻ നാരങ് എന്ന് പറയുന്നത് റൈഫിൾ ഷൂട്ടർ ആണ് കേട്ടോ. മാരി കോം അറിയാലോ, ബോക്സിംഗ് ആണ്. ഇതിനു മുമ്പ് ചെഫ് ദേ മിഷനായിട്ട് ഇപ്പൊ അംഗീകരിച്ചിരിക്കുന്ന ഗഗൻ നാരങ്ങിനെയാണ്. അതേസമയം മുന്നേ വർക്ക് ചെയ്തിരുന്ന ആരായിരുന്നു, മേരി കോം ആയിരുന്നു കേട്ടോ. ഇതിനു മുമ്പുള്ള 2020 വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മേരി കോം ആണ്. മേരി കോമിന് ശേഷം ഇപ്പോൾ നിലവിലുള്ളത് ആരാണ്, ഗഗൻ നാരങ് ആണ്. അപ്പൊ മേരി കോം മാറിയിട്ടാണ് ആര് കയറിയിരിക്കുന്നത്, ഗഗൻ നാരങ് കയറിയിരിക്കുന്നത്. മേരി കോം എന്താണ്, ബോക്സിങ്ങിന് 2012 ബ്രോൺസ് മെഡൽ കിട്ടിയ ആളാണ് അല്ലേ. ഇനി അടുത്ത് സൈന നെഹ്വാൾ എന്ന് പറയുന്നത് എന്താണ്, അന്ന് ബാഡ്മിന്റണിന് ബ്രോൺസ് മെഡൽ നേടിയ ആളാണ്. അതുപോലെ യോഗേശ്വർ ദത്ത് എന്ന് പറയുന്നത് അന്ന് റെസ്ലിംഗിന് ബ്രോൺസ് മെഡൽ നേടിയ ആളാണ്. ഇവർക്ക് 4 പേർക്കാണ് ആ സമയത്ത് എന്തുണ്ടായിരുന്നത്, ഈ പറയുന്ന ബ്രോൺസ് മെഡൽ ഉണ്ടായിരുന്നത് കേട്ടോ. ബ്രോൺസ് മെഡൽ ഉണ്ടായിരുന്നത് ഇവർക്ക് 4 പേർക്കാണ്. 4 ബ്രോൺസ് മെഡൽ ആയിരുന്നു. പിന്നെ 2 സിൽവർ മെഡൽ ആയിരുന്നു. ഒന്ന് സുശീൽ കുമാറിനും പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. വിജയകുമാർ എന്ന് പറയുന്ന 2 പേർക്കാണ് അന്ന്, സുശീൽ കുമാറിനും വിജയകുമാർ എന്ന് പറഞ്ഞ 2 പേർക്കാണ് അന്ന് പിന്നെ സിൽവർ കിട്ടുന്നത്. അതിപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട. അപ്പോൾ ഈ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ബ്രോൺസ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ കിട്ടുന്നത് ഒന്ന് യോഗേശ്വർ ദത്ത്, സൈന നെഹ്വാൾ, മേരി കോം, ഗഗൻ നാരങ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ. റൈഫിൾ ഷൂട്ടർ ഗഗൻ നാരങ്. ഇനി അടുത്ത് 2-time ഒളിമ്പിക് മെഡലിസ്റ്റ് ബാഡ്മിന്റൺ എയ്സ് PV സിന്ധു ആൻഡ് 13-time കോമൺവെൽത്ത് ഗെയിംസ് മെഡലിസ്റ്റ് ടേബിൾ ടെന്നീസ് വെറ്ററൻ ശരത് കമാൽ. ടേബിൾ ടെന്നീസിലാണ് ആര് വരുന്നതെന്ന് ആലോചിക്കുക, ശരത് കമാലും. ബാഡ്മിന്റൺ വിന്നറാണ്, 2-time ഒളിമ്പിക് മെഡൽ വിന്നറാണ് PV സിന്ധു. ഇവർ രണ്ടുപേരുമായിരുന്നു ഈ പറയുന്ന പാരീസ് ഒളിമ്പിക്സ് 2024 ഫ്ലാഗ് ബിയറേഴ്സ്. ഫ്ലാഗും കൊണ്ടുപോകുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയായിരുന്നു, ടേബിൾ ടെന്നീസിന്റെ ശരത് കമാലും അതുപോലെ PV സിന്ധു ബാഡ്മിന്റന്റെ ആളുമാണ് കേട്ടോ. ബാഡ്മിന്റന്റെ 13-time കോമൺവെൽത്ത് ഗെയിം മെഡലിസ്റ്റ് ആണ്. PV സിന്ധു ക്രിയേറ്റ് ചെയ്യുന്ന ഹിസ്റ്ററി ഒരു വളരെ വലിയൊരു ഹിസ്റ്ററീസ് തന്നെയാണ്. ഒരുപാട് ഗെയിംസ് വിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ. ഇത്രയും പോയിന്റ്സ് ആലോചിക്കുക. ഇനി അത് ഹു ക്രിയേറ്റഡ് ഹിസ്റ്ററി ബൈ ബിക്കമിംഗ് ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൺ ടു വിൻ 2 medals in track and field events at Paralympic Games. പാരാഒളിമ്പിക്സ് ഗെയിം എന്ന് പറഞ്ഞാൽ ഈ സമ്മർ ഒളിമ്പിക്സ് ഗെയിംസ് നമുക്കറിയാലോ. 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നു. 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നല്ലോ. ഈ പാരീസ് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തുണ്ടാവും, 2024 വീണ്ടും പാരീസ് പാരാ ഒളിമ്പിക്സ് നടക്കാറുണ്ട്. പാരാഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസബിലിറ്റി കാറ്റഗറിക്ക് സ്പെഷ്യലൈസ്ഡ് വിഭാഗങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നതാണ്. അത് രണ്ടും എന്താണ്, ഈ പറയുന്ന സമ്മർ ഒളിമ്പിക്സിന് തൊട്ട് പിന്നാലെ ആയിട്ട് നടത്താറുണ്ട്. സമ്മർ ഒളിമ്പിക്സ് തീർന്നു, അതിന് കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ എന്തും ഉണ്ടാവും, പാരാ ഒളിമ്പിക്സും സെയിം സ്ഥലത്ത് വെച്ച് തന്നെ നടക്കും. 2024 പാരീസ് പാരാ ഒളിമ്പിക്സിൽ 2 മെഡൽസ് ഇന്ത്യൻ വിമൺ ടു വിൻ 2 medals ഇൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റ്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, അത്ലറ്റിക് ഗെയിമാണ്. അത്ലറ്റ്സിൽ എന്താണ്, പാരാഒളിമ്പിക് അത്ലറ്റിക് ഗെയിംസിൽ വിൻ ചെയ്തത് ആരെന്നാണ് ചെയ്തത്, 2 മെഡൽ കിട്ടി. ഒന്ന് 100 മീറ്ററിനും ഒന്ന് 200 മീറ്റർ T35 ഇവന്റിന് കിട്ടിയത് ആർക്കെന്നാണ് ചോദിക്കുന്നത്. 100 മീറ്റർ ആൻഡ് 200 മീറ്റർ T35 ഇവന്റിൽ കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണത്, ആർക്കാണ്, പാരാഒളിമ്പിക് അത്ലറ്റിക് ആരാണ് ഇതിലുള്ളതിൽ, പ്രീതി പല്ലാണ് കേട്ടോ. പ്രീതി പൽ ഉത്തർപ്രദേശിലെ പാരാ അത്ലറ്റ് ആണ് ആരെന്ന് പറയുന്നത്,
പ്രീതി പൽ, ഉത്തർപ്രദേശിലെ UP-യിലുള്ള ആളാണ് പ്രീതി പൽ. അപ്പോൾ പ്രീതി പലിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോഴെന്ത് ചെയ്തിരിക്കുന്നത്, ഈ പാരാ ഒളിമ്പിക്സിൽ 2 ബ്രോൺസ് മെഡലാണ് കിട്ടുന്നത് കേട്ടോ. 2 മെഡൽസ് എന്ന് പറഞ്ഞു, അത് രണ്ടും ബ്രോൺസ് ആണ്. രണ്ടിലും എന്താണ്, 2 ഇവന്റിലും ബ്രോൺസ് ആണ് കിട്ടുന്നത്. ബ്രോൺസ് ആണ് കിട്ടുന്നത് കേട്ടോ, ബ്രോൺസ്. അപ്പം ഈ പറയുന്ന ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റിൽ ഇതെന്താണ്, ആദ്യത്തെ 2 മെഡലാണ്. ആദ്യമായിട്ടാണ് ഈ പാരാ ഒളിമ്പിക്സിൽ ഈ പറയുന്ന നമ്മുടെ പാരാ അത്ലറ്റിക് വിഭാഗത്തിൽ അവാർഡ് കിട്ടുന്നത്. അതുകൊണ്ടാണ് പ്രീതി പൽ അത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത് കേട്ടോ. പ്രീതി പൽ അത്ര ഇമ്പോർട്ടൻ്റ് ആവുന്ന 100 മീറ്റർ ആൻഡ് 200 മീറ്റർ T35 റേസിലാണ് അവർക്ക് എന്ത് കിട്ടുന്നത്, ഇത് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിക്കോളുക കേട്ടോ. ഇനി അടുത്ത് അങ്ങനെയാണെങ്കിൽ ആവണി ലഖാര. ആവണി ലഖാരയ്ക്ക് എന്തിനാണ് അവാർഡ് കിട്ടുന്നതെന്ന് ചോദിക്കും. ആവണി ലഖാരയ്ക്ക് എന്തിനാണ് അവാർഡ് കിട്ടുന്നത്, ഡബിൾ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഡബിൾ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. എടുത്തു ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്ന പാരാ ഒളിമ്പിക്സിൽ ഡബിൾ ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ വിമൺ എന്നുള്ള കാറ്റഗറി ആർക്കാണ്, ആവണി ലഖാരയ്ക്കാണ്. എന്തിനാണ്, ഷൂട്ടിങ്ങിനാണ് കേട്ടോ. ഷൂട്ടറാണ്, റൈഫിൾ ഷൂട്ടറാണ്, റൈഫിൾ ഷൂട്ടറാണ് കേട്ടോ. റൈഫിൾ ഷൂട്ടറിനാണ് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന അവാർഡ് കിട്ടുന്നത്. ഡബിൾ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഡബിൾ ഗോൾഡ്, മൾട്ടിപ്പിൾ മെഡലാണുള്ളത്. അത് കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഡബിൾ ഗോൾഡ് മെഡലിസ്റ്റും ആണ്. ഒരു ഗെയിമിൽ എന്താണ്, ഡബിൾ ഗോൾഡ് മെഡലിസ്റ്റും ആണ്. അതുപോലെ തന്നെ ഗോൾഡും ബ്രോൺസും ഒക്കെ ഒരുമിച്ച് കിട്ടിയ ആളുമാണ്. മൾട്ടിപ്പിൾ മെഡലിസ്റ്റ് എന്നും അറിയപ്പെടാറുണ്ട്. ഒരു ഗെയിമിൽ ഡബിൾ ഗോൾഡ് മെഡലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗോൾഡ് കിട്ടി, ഇത്തവണ ഒരു ഗോൾഡ് കിട്ടി. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മെഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഗെയിമിൽ തന്നെ 2 ഇത് കിട്ടി. ഒന്നിൽ ഗോൾഡും കിട്ടി, ഒന്നിൽ ബ്രോൺസും കിട്ടി. അങ്ങനെ 2 തവണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ആവണി ലഖാര എന്ന് പറയുന്നത്. പാരാ ഒളിമ്പിക്സ് ആണ് കേട്ടോ. ഡിസബിലിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയേണ്ട അടുത്ത പേരാണ് റുബീന ഫ്രാൻസിസ്. റുബീന ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇന്ത്യൻ വിമൺ ടു വിൻ എന്താണ്, പിസ്റ്റോൾ. ഇതെന്താണ്, റൈഫിൾ ഷൂട്ടറാണ്. റൈഫിൾ ഷൂട്ടറും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട്, പിസ്റ്റോൾ ഷൂട്ടറും ഉണ്ട് കേട്ടോ. പിസ്റ്റോൾ ഷൂട്ടർ. അപ്പോൾ പിസ്റ്റോൾ ഷൂട്ടിങ്ങിൽ ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, റുബീന ഫ്രാൻസിസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഫീമെയിൽ കാറ്റഗറി ആയതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. പ്രീതി പൽ എന്താണ്, പാരാ ഒളിമ്പിക്സിലെ അത്ലറ്റിക് വിഭാഗം ഓടിയാണ് ജയിച്ചത്, റണ്ണിങ്ങിലാണ് ജയിക്കുന്നത്. ആവണി ലഖാര എന്തിനാണ്, റൈഫിൾ ഷൂട്ടിങ്ങിനാണ് അവാർഡ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് റുബീന ഫ്രാൻസിസ് ആണെങ്കിൽ പിസ്റ്റോളിലാണ് എന്ത് കിട്ടുന്നത്, ഫസ്റ്റ് ഇന്ത്യൻ വിമൺ ടു എന്താണ് ക്ലിഞ്ച് പാരാ ഒളിമ്പിക് മെഡൽ ഇൻ പിസ്റ്റോൾ ഷൂട്ടിങ്ങിലാണ് ആർക്ക് കിട്ടുന്നത്, റുബീന ഫ്രാൻസിസിന് കിട്ടുന്നത് കേട്ടോ. ആ പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ ശീതൾ ദേവി ഏതാണ്, ശീതൾ ദേവിയെ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു പേരാണ്. കാരണം ആർക്കറാണ് അല്ലേ, 2 കൈയും ഇല്ല, പക്ഷെ എന്താണ്, കാലുകൊണ്ടാണ് ആർക്കിങ്. പാരാ ആർക്കർ എന്നാണ് പറയുന്നത്. പാരാ ആർക്കർ. ഇവരെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, മെഡൽ കിട്ടിയിട്ടുള്ളവരുമാണ്. പാരാ ആർക്കർ എന്നാണ് പറയുന്നത്. പാരാ ആർക്കർ, ശീതൾ ദേവി കേട്ടോ, പാരാ ആർക്കറാണ്. ഓക്കെ, ഇന്ത്യൻ പാരാ ആർക്കറാണ്. യങ്ങസ്റ്റ് പാരാ ഒളിമ്പ്യൻ മെഡലാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്, ശീതൾ ദേവിക്ക്. 17 വയസ്സിലാണ് അവാർഡ് കിട്ടുന്നത്. യങ്ങസ്റ്റ് പാരാ ഒളിമ്പിക് മെഡലാണ് ആർക്ക് കിട്ടുന്നത്, ശീതൾ ദേവിക്ക്. പാരാ ആർക്കർ വിഭാഗത്തിൽ കിട്ടുന്ന കാലുകൊണ്ടാണ് ആർക്കിങ്. ഇവിടെ വെച്ചിട്ട് കാലുകൊണ്ടാണ് ആർക്കിങ് ചെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്താണ് 2023 എന്ത് കിട്ടുന്നത്, അർജുന അവാർഡ് കിട്ടുന്നത്. ശീതൾ ദേവിക്ക് 2023 അർജുന അവാർഡ് കൊടുക്കുന്നത് കേട്ടോ. അർജുന അവാർഡ് കൊടുക്കുന്നത് 2023. ആ പോയിന്റും കൂടെ എന്ത് ചെയ്യുക, അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ശീതൾ ദേവിക്ക് 2023 അർജുന അവാർഡ് കിട്ടുന്നത്. ഓക്കെ, യങ്ങസ്റ്റ് പാരാ ഒളിമ്പിയൻ മെഡലിസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. പ്രീതി പൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റ് ആണ്, അത്ലറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്പ്രിന്റർ ആണെന്ന് പറയാം. സ്പ്രിന്റർ. ഓക്കെ, സ്പ്രിന്റർ ആണ്. ഓക്കെ, പോയിന്റ്സ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് കടക്കാം. പിന്നെ ഈ നമ്മൾ ഇത് പറഞ്ഞില്ലല്ലോ, 17th എഡിഷൻ ഓഫ് പാരാ ഒളിമ്പിക്സ് സമ്മർ 2024 പാരീസിൽ വെച്ചാണ് നടക്കുന്നത്. അതിന്റെ മസ്കോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. മസ്കോട്ട് ഈ ഒരു സിമ്പലാണ് കേട്ടോ. മസ്കോട്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഫ്രിഡ്ജസ് ആണ് കേട്ടോ. ഫ്രിഡ്ജസ്. ഫ്രിഡ്ജസ് എന്നാണ് ഇവരെ പറയുന്നത് കേട്ടോ. ഫ്രിഡ്ജസ്. ഓക്കെ, രണ്ടും പാരീസ് ഒളിമ്പിക്സ് ആയാലും പാരീസ് പാരാ ഒളിമ്പിക്സിന്റെയും മസ്കോട്ട് സെയിം ആണ് കേട്ടോ. മസ്കോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവരാണ്, ഫ്രിഡ്ജസ് എന്നാണ് പറയുന്നത്. ഫ്രിഡ്ജസ്. ഓക്കെ, അത്രയും കാര്യം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തയിലേക്ക് നമുക്ക് പോവാം.
ഇനി അടുത്ത സ്പോർട്സിന്റെ ടെർമിനോളജീസ് ആണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. സ്പോർട്സിന്റെ ടെർമിനോളജി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എനി പൊസിഷൻ ഇൻ ദ ബാസ്കറ്റ്ബോൾ സ്പോർട്സ്. ബാസ്കറ്റ്ബോൾ സ്പോർട്സിൽ ഇതിൽ ഇല്ലാത്തത് ഏത് പൊസിഷൻ എന്നാണ് ചോദിക്കുന്നത്. ബാസ്കറ്റ്ബോൾ സ്പോർട്സിൽ ഇല്ലാത്ത പൊസിഷൻ ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പോയിന്റ് ഗാർഡ് ആണോ, ഷൂട്ടിംഗ് ഫോർവേഡ് ആണോ, സ്മാൾ ഫോർവേഡ് ആണോ, ഓൾറൗണ്ടർ ആണോ? അല്ലാത്തതാണ് ചോദിക്കുന്നത്. നോട്ട് എനി പൊസിഷൻ ഏതാണ്? ഓൾറൗണ്ടർ അല്ലേ? ഓൾറൗണ്ടർ അല്ലേ? എന്താ ഓൾറൗണ്ടർ? നമ്മുടെ ക്രിക്കറ്റിലല്ലേ ഓൾറൗണ്ടർ ആയിട്ട് പറയുന്നത്. അതായത് ബാറ്റ്സ്മാനും ആണ് നമ്മുടെ ബൗളറും ആണെന്ന് പറയാറില്ലേ? ബാറ്റ്സ്മാനും ബൗളറും ഒരുപോലെ ചെയ്യുന്ന ആൾക്കാരാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന എന്താണ്? ക്രിക്കറ്റിലാണ് ഓൾറൗണ്ടർ. രണ്ടും ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നവരാണ് ഓൾറൗണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓൾറൗണ്ടർ. അപ്പോൾ ഓൾറൗണ്ടർ ഏതിലാണ് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റിലാണ് വരുന്നത്. ഓൾറൗണ്ടർ പ്ലെയർ എന്ന് നമ്മൾ പറയുന്നത് ക്രിക്കറ്റിലാണ്. ബാറ്റും ബോളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉള്ളത് ഏതൊക്കെയാണ്? പോയിന്റ് ഗാർഡ് ഉണ്ട്, ഷൂട്ടിംഗ് ഫോർവേഡ് ഉണ്ട്, സ്മാൾ ഫോർവേഡ് ഉണ്ട്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ പവർ ഫോർവേഡ് ആണ്. പോയിന്റ് ഗാർഡ് ഉണ്ട്, ഷൂട്ടിംഗ് ഗാർഡ് ഉണ്ട്, സ്മാൾ ഫോർവേഡ് ഉണ്ട്, പവർ ഫോർവേഡ് ഉണ്ട്. ഇതേത് ഗെയിമാണ്? ബാസ്കറ്റ് ബോൾ അല്ലേ? എത്ര ആൾക്കാരുണ്ട് ബാസ്കറ്റ് ബോളിൽ? 5 പേരല്ലേ? 5 പേരല്ലേ ബാസ്കറ്റ് ബോളിൽ? ബാസ്കറ്റ് ബോളിൽ 5 പേരാണ്. ഓക്കെ, ബാസ്കറ്റ് ബോളിലുള്ളത് 5 പേരാണ്. 5 ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പോയിന്റ് ഗാർഡാണ്, ഒന്ന് ഷൂട്ടിംഗ് ഗാർഡാണ്, ഒന്ന് സ്മാൾ ഫോർവേഡ് ആണ്, ഒന്ന് പവർ ഫോർവേഡ് ആണ്, ഒരാൾ സെന്ററിലാണ്. ഓക്കെ, അതാണ് ആ പൊസിഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. പൊസിഷൻ. പിന്നെ എന്താണ്? 6th മാൻ എന്ന് പറയുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ സൈഡ് ബെഞ്ചിൽ ഇരിക്കത്തില്ല. എന്തെങ്കിലും ഒരാൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഫസ്റ്റ്ലി ഇറങ്ങുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 6th മാൻ എന്ന് പറയുന്നത്. ബെഞ്ചിൽ സൈഡിൽ ഇരുന്നിട്ട് ആദ്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങുന്ന ആളെയാണ് നമ്മൾ 6th മാൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ പൊസിഷൻസ് തിരിച്ചിരിക്കുന്നത്. 2 ഗാർഡ്, 2 ഫോർവേഡ്, ഒരു സെന്റർ. ഇങ്ങനെ 5 പേരാണ് ഏതിലുള്ളത്? ബാസ്കറ്റ് ബോൾ ടീമിൽ ഉള്ളത്. ബാസ്കറ്റ് ബോളിലുള്ളത് ഏതൊക്കെയാണ്? 2 ഗാർഡ്, 2 ഫോർവേഡ്, ഒരു സെന്റർ. പോയിന്റ് ഗാർഡ്, ഷൂട്ടിംഗ് ഗാർഡ്, സ്മാൾ ഫോർവേഡ്, പവർ ഫോർവേഡ്, സെന്റർ, 6th മാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങുന്ന ആളാണ്. 5 പേരാണ് ടീമിലുള്ളത്. ഇനി അടുത്ത്, വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗെയിംസ് ഈസ് ദ വില്യം ജോണസ് കപ്പ് ഈസ് അസോസിയേറ്റഡ്. വില്യം ജോണസ് കപ്പ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതുമായിട്ടാണ്? വില്യം ജോണസ് കപ്പ്. വില്യം ജോണസ് കപ്പ് ഓക്കെ, വില്യം ജോണസ് കപ്പ് ഏത് ഗെയിമുമായിട്ടാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വില്യം ജോണസ് കപ്പ്. ബില്ലിയാർഡ്സ് ആണോ, ബാസ്കറ്റ് ബോൾ ആണോ, ബോക്സിംഗ് ആണോ, ക്രിക്കറ്റ് ആണോ? ഏതാണ്? ബാസ്കറ്റ് ബോൾ ആണ് കേട്ടോ. ബാസ്കറ്റ് ബോൾ ഗെയിമുമായിട്ടാണ് വില്യം ജോണസ് കപ്പ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ബസലജ ട്രോഫി. അപ്പോൾ അതിന്റെ ബാക്കി ട്രോഫീസും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. ബസലജ ട്രോഫി, BB എന്ന് തന്നെ ആലോചിക്കുക. ബസലജ ട്രോഫി ബാസ്കറ്റ് ബോളിന്റെ ആണ്. BC ഗുപ്ത ട്രോഫി ഇതിന്റെയാണ്. അതുപോലെ ഫെഡറേഷൻ കപ്പ് പഠിച്ചില്ലെങ്കിലും നമ്മൾ ഈ പേരുകൾ പഠിക്കുക. തോഡ് മെമ്മോറിയൽ ട്രോഫി, വില്യം ജോണസ് കപ്പ് ഒക്കെ ബാസ്കറ്റ് ബോളിന്റെ ട്രോഫിയാണ് കേട്ടോ. ട്രോഫീസ് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ബാസ്കറ്റ് ബോളിൽ ഇതൊക്കെ എന്താണ്? കുറച്ച് ഇംഗ്ലീഷ് പേരായിട്ട് നിങ്ങൾ ആലോചിക്കുക. ബസലജ ട്രോഫി, പിന്നെ SM അർജുന രാജ ട്രോഫി ഉണ്ട്. അതുപോലെ ടോഡ് മെമ്മോറിയൽ ട്രോഫി, BC ഗുപ്ത ട്രോഫി, കുറച്ച് വലിയ പേരുകളൊക്കെ ഏതിൻ്റെയാണ്? ബാസ്കറ്റ് ബോളിൻ്റെ ആണെന്ന് ആലോചിച്ചിരിക്കുക. ബസലജ ട്രോഫി, അതുപോലെ തന്നെ SM അർജുന റെഡ്ഡി രാജ ട്രോഫി, ടോഡ് മെമ്മോറിയൽ, അത് കഴിഞ്ഞ് വില്യം ട്രോഫി, വില്യം ജോണസ് ട്രോഫി ഒക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ. ആ പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ബില്ലിയാർഡ്സ് എന്ന് പറഞ്ഞൊരു ഗെയിം ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആരാണ്? പങ്കജ് അദ്വാനിയാണ് കേട്ടോ. ബില്ലിയാർഡ്സ് എന്ന് പറഞ്ഞൊരു ഗെയിം പറയുമ്പോൾ പങ്കജ് അദ്വാനി ഓർമ്മിക്കണം. ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത ഒരാൾ മാത്രമേ ബില്ലിയാർഡ്സിലുള്ളൂ. ബില്ലിയാർഡ്സ് എന്ന് പറഞ്ഞാൽ സ്നൂക്കർ എന്നൊക്കെ അറിയപ്പെടുന്ന ഗെയിമാണ്. സ്നൂക്കർ എന്നൊക്കെ അറിയപ്പെടുന്ന ഗെയിമാണ്. ബില്ലിയാർഡ്സിലെ ഒരേ ഒരു പേര് പങ്കജ് അദ്വാനിയാണ്. അത് നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത്, ഇൻ വിച്ച് സ്പോർട്സ് ഈസ് ലോണ യൂസ്ഡ്? ലോണ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ഏതിലാണെന്നാണ് ചോദിക്കുന്നത്. ലോണ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത് ഏത് സ്പോർട്സിലാണ്? ലോണ ഓക്കെ, ഏത് സ്പോർട്സിലാണ്? ടേബിൾ ടെന്നീസിലാണോ, കബഡിയിലാണോ, റഗ്ബിയിലാണോ, കൊക്കോയിലാണോ? ഇന്ത്യയിലെ ഒരു ഗെയിമാണ്. ഏതാണ്? കബഡിയാണ് കേട്ടോ. കബഡി ഇന്ത്യയുടെ സബ് കോണ്ടിനെൻസിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഗെയിമാണ്. ഏതെന്ന് പറയുന്നത് നമ്പർ 1 നിൽക്കുന്നതാണ് കബഡി എന്ന് പറയുന്ന. രണ്ടാമത് പ്രചാരത്തിൽ നിൽക്കുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻസിലാണ് കേട്ടോ. അതിൽ രണ്ടാമത് നിൽക്കുന്നത് ഖോഖോയാണ്.
കബഡി ഖോഖോ എന്താണ് നമ്മുടെ പ്രാചീന ഒരു ഗെയിം പോലെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഗെയിമാണ് കബഡി എന്ന് പറയുന്നത് കേട്ടോ. അത് പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ടീം റിസീവ്സ് ആൻ അഡീഷണൽ 2 points ലോണ ഇഫ് ദ എൻഡർ. അപ്പോൾ എപ്പോഴാണ് ലോണ എന്ന് പറയുന്ന ഒരു പോയിന്റിംഗ് ആണ് കേട്ടോ, ഒരു പോയിന്റിംഗ് ആണ്. അത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിലുള്ള എല്ലാ പേരെയും, അതായത് ഓപ്പോസിഷൻ ടീമിലെ എല്ലാ പേരെയും നമ്മൾ എന്ത് ചെയ്തു, ടച്ച് ചെയ്ത് തോൽപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവരുടെ ടീം മൊത്തം എന്ത് ചെയ്യാണ്, നമ്മൾ ടച്ച് ചെയ്തു, എന്ത് ചെയ്തു, അവരെല്ലാവരും ഫെയിൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു ലോണ പോയിന്റ്സ് കിട്ടുമെന്ന് പറയും. ലോണ പോയിന്റ്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ 2 points അഡീഷണൽ നമുക്ക് എന്ത് കിട്ടും. പിന്നെ എന്ത് ചെയ്യും, ഒന്നിന്ന് റെസ്യൂം ചെയ്താണ് തുടങ്ങുന്നത്. അപ്പോൾ ടീം റിസീവ്സ് ആൻ additional 2 points or Lona if the entire opposite team is declared out. എല്ലാവരെയും നമ്മൾ ടച്ച് ചെയ്ത് അവരെല്ലാവരെയും തോൽപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോണ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അഡീഷണൽ 2 pointsനെയാണ് നമ്മൾ ലോണ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ടേമിലാണ്, കബഡിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കബഡിയിൽ യൂസ് ചെയ്യുന്ന മറ്റ് വേർഡ്സും കൂടെ ജസ്റ്റ് ഒന്ന് പഠിക്കുക. റൈഡേഴ്സ്, റൈഡ് ചെയ്യുക എന്ന് പറയത്തില്ലേ, റൈഡേഴ്സ്, ആന്റി റൈഡേഴ്സ്, ടാഗ്, അതുപോലെ മിഡ് ലൈൻ, സൂപ്പർ റൈഡ്. റൈഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരേ സമയം തന്നെ പോയി ഒരു 3-4 പേര് നമ്മൾ തൊട്ടിട്ട് തിരിച്ചു വരുന്നതാണ് സൂപ്പർ റൈഡ് എന്നൊക്കെ പറയുന്നത്. ഓൾ ഔട്ട് എന്ന് പറയും. ബോണസ് ലൈന്, ബോൾക്ക് ലൈൻ, ഈ 2 ലൈനും പഠിച്ചു വെക്കുക. ബോൾക്ക് ലൈനും ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു ബോണസ് ലൈനും ഉണ്ട് അല്ലേ നമ്മൾ ടച്ച് ചെയ്യുന്നത്. പിന്നെ എന്താണ് ചാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ കബഡി എന്ന് പറയത്തില്ലേ, അതാണ് ചാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏതിൽ വരുന്നതാണ്, ഈ പറയുന്ന കബഡി ഗെയിമിൽ വരുന്ന ചാൻഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ചാൻഡ്, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ്. ബോൾക്ക് ലൈൻ, ബോണസ് ലൈൻ, ഓൾ ഔട്ട്, റെയ്ഡിൻ്റെ കുറേ വേർഡ്സുമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട. ബോൾക്ക് ലൈൻ, ബോണസ് ലൈൻ, മിഡ് ലൈൻ, ഇത്രയും ലൈൻസും കൂടെ ആലോചിച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത, വേർ ഡിഡ് ദ ഇൻഡിജീനിയസ് സ്പോർട്സ് ഗഡ്ഗ ഒറിജിനേറ്റ് ഫ്രം. ഗഡ്ഗ എന്ന് പറയുന്ന ഇൻഡിജീനിയസ് സ്പോർട്സ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, ഗഡ്ക എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എവിടെ നിന്നാണ്, പഞ്ചാബിൽ നിന്നാണ് കേട്ടോ. പഞ്ചാബിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഗഡ്ക ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഗഡ്ക പറയാൻ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്പോർട്സ് മിനിസ്ട്രി ആണെങ്കിൽ റീസെൻ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻക്ലൂഷൻ ഓഫ് 4 ഇൻഡിജീനിയസ് മാർഷ്യൽ ആർട്സ്, ഇൻഡിജീനിയസ് ഗെയിംസ്. അതായത് ഇൻഡിജീനിയസ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വന്ന കുറേ ഗെയിംസ് ഉണ്ട്. ഇൻഡിജീനിയസ് നമ്മുടെ കൾച്ചറലായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഗെയിംസുകളാണ്. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പം എന്ത് ചെയ്തു, ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നു, ഒളിമ്പിക്സിൽ വരണം, ഏഷ്യൻ ഗെയിംസിലേക്ക് വരണം എന്നുള്ളൊരു ചർച്ച നടക്കുന്നു. എന്തായാലും 4 ഗെയിംസിന് അവർ എന്തിലേക്ക് ചേർത്തിട്ടുണ്ട്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. ഒന്ന് ഗഡ്കയാണ്, രണ്ടാമത്തത് ഗഡ്ക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, സ്റ്റിക്ക് ഫൈറ്റ് ആണ് കേട്ടോ. സ്റ്റിക്ക് ഫൈറ്റ്, ഇത് ഈ സാധനമാണ്, ഇതാണ് കേട്ടോ. ഒരു 2 പേര് ചേർന്ന് നിന്നിട്ട് ഒരു സ്റ്റിക്കും ബാളും പരിചയം വെച്ചിട്ടുള്ളൊരു സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും ഒന്നിൽ എന്താണ്, സ്റ്റിക്കാണ്, ഒരു കയ്യിൽ എന്താണ്, സ്റ്റിക്കാണുള്ളത് കേട്ടോ. സ്റ്റിക്ക്, വടി പോലത്തെ ഒരു സാധനമാണ്. സ്റ്റിക്ക് ഫൈറ്റ് എന്നാണ് മറ്റൊരു പേര് അറിയപ്പെടുന്നത് ഗഡ്കയുടെ. അപ്പോൾ അത് വെച്ച് കളിക്കുന്ന മത്സരമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഗഡ്ക എന്ന് പറയുന്നത്. അത് പഞ്ചാബിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് എന്താണ്, കളരിപ്പയറ്റ്. കളരിപ്പയറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളയുടെയാണ് കളരിപ്പയറ്റ്. ഇത് ഗഡ്ക, എന്താണ്, സ്റ്റിക്ക് ഫൈറ്റ്. ഇതിലെന്താണ്, നമ്മൾ വാളും പരിചയം ഉപയോഗിച്ചാണ് കളിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുള്ളത് കളരിപ്പയറ്റ് കേരളയുടെയാണ്. ഇനി അടുത്ത് തങ്ത എന്ന് പറയുന്നത് എവിടത്തെയാണ്, തങ്ത എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ കളരിപ്പയറ്റിന്റെ വേറൊരു വേർഷനാണ്. അത് കളിക്കുന്നത് മണിപ്പൂരുകാരാണ് കേട്ടോ. മണിപ്പൂരിലുള്ളവരാണ് തങ്ത കളിക്കുന്നത്. മണിപ്പൂർ അവരെന്ത് ചെയ്യുന്നു, ഇതുപോലത്തെ ചാടി മറിഞ്ഞുമൊക്കെ ഉള്ള ഒരു വാളും പരിചയമായിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് പറയുന്നത്. അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങും നമ്മുടെ കളരിപ്പയറ്റിനും ഡിഫറെൻ്റ് ആയ ഡ്രസ്സിങ്ങും, രണ്ടും സെപ്പറേറ്റ് ആണ്. അവരുടെ കൾച്ചറൽ രീതിയിൽ അത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത്. കളരിപ്പയറ്റ് കേരളയുടെ, തങ്ത മണിപ്പൂരിൻ്റെ, മല്ലക്കമ്പയാണ് ഈ കാണുന്നത്. അതായത് മല്ലന്മാരെല്ലാം കൂടെ എന്ത് ചെയ്യും, ഒരു പോള് തരും, അതിൻ്റെ മണ്ടയിലൊക്കെ നിന്ന് സാഹസ പ്രകടനങ്ങൾ കാണിക്കുന്നതാണ്. ഒരു പോളിൻ്റെ മണ്ടയിൽ നിന്ന് കളിക്കുന്ന കുറേ ആക്ഷൻസ്, ജിംനാസ്റ്റിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് മല്ലക്കമ്പ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര റീജിയനിലുള്ള ഗെയിമാണ് കേട്ടോ. മധ്യപ്രദേശും അതുപോലെ മഹാരാഷ്ട്ര റീജിയനിലുള്ള ഗെയിമായിട്ടാണ് ഏത് പറയുന്നത്, മല്ലക്കമ്പ പറയുന്നത്. ഓക്കെ, ആ പോയിന്റും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, മല്ലക്കമ്പ. ഇനി അടുത്ത്, ദ ടേം ലിബറോ ഈസ് യൂസ്ഡ് ഇൻ. ടേം ലിബറോ ഏത് ഗെയിമിലാണ് യൂസ് ചെയ്യുന്നത്, ലിബറോ. ലോണ യൂസ് ചെയ്യുന്നത് കബഡിയിലാണ്. ലിബറോ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. വോളിബോളിലാണോ, ബാഡ്മിൻ്റണിലാണോ, സ്നൂക്കറിലാണോ, ബാസ്കറ്റ് ബോളിലാണോ? ലിബറോ. എത്ര ടീം മെമ്പേഴ്സ് ആണ് ഒരു വോളിബോൾ ടീമിലുള്ളത്?
6 പേരാണ് അല്ലേ. ബാസ്കറ്റ് ബോളിൽ 5 പേരും വോളിബോളിൽ 6 പേരുമാണ് ഉള്ളത് കേട്ടോ. ടേം ലിബറോ യൂസ് ചെയ്യുന്നത് ഏതിലാണ്? വോളിബോളിലാണ്. വോളിബോളിൽ എന്തിനാ ലിബറോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫെൻസീവ് ആയിട്ടുള്ള ഡിഫെൻഡന്റ് എന്ന് പറഞ്ഞൊരു പൊസിഷനാണ്, ഒരു പൊസിഷനിങ് ആണ്. അതായത് ഇപ്പം 6 ടീം മെമ്പേഴ്സ് ഉള്ളതെങ്കിൽ അതിൽ 5 പേര് എന്തായിരിക്കും? സെയിം ഡ്രസ്സ് ധരിക്കും, ഒരാൾ എന്തായിരിക്കും? ഡിഫറെൻറ്റ് ഡ്രസ്സ്. ഇത് പടത്തിൽ കാണുന്നില്ലേ? ഇപ്പം എന്താണ് 5 പേര് വൈറ്റ് ഡ്രസ്സും ഒരാൾ എന്താണ് ബ്ലാക്ക് ഡ്രസ്സാണ്. ബ്ലാക്ക് ഡ്രസ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ലൈൻ കൊടുത്തിരിക്കും, ബാക്ക് ലൈൻ എന്ന് പറയുന്നത് ഡിഫെൻഡിങ് ലൈൻ ഉണ്ട്. ആ ലൈനിൽ നിന്ന് എന്ത് ചെയ്യുക? വോളിബോൾ കളിക്കുമ്പോൾ അറിയാലോ, താഴെ ബോൾ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ബോളിനെ ടച്ച് ചെയ്യാണ്ട് മാക്സിമം ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് ആര് കാണിക്കുന്നത്? ഈ പറയാം. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു നിശ്ചിത പൊസിഷൻ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കളിക്കാൻ പറ്റത്തില്ല. വരുന്നതിനെ അവരെന്ത് ചെയ്യുക? ഡിഫെൻഡ് ചെയ്യുക, അതിനെ ഒപ്പോസ് ചെയ്ത് മറ്റു കോർട്ടിലേക്ക് തള്ളിയിടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിങ് ആണ് നമ്മൾ ലിബറോ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ആ ആളുടെ പ്ലെയറിൻ്റെ പേരാണ്, ആ 6th പ്ലെയറിൻ്റെ പേരാണ് ലിബറോ. 6th സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യമേ കളിയിൽ ഇയാളെ ഇറക്കണമെന്നില്ല, എന്ത് ചെയ്യുക? ഇടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കുന്ന ആളെയാണ് ലിബറോ പ്ലെയർ എന്ന് നമ്മൾ പറയുന്നത്. 5 പേര് എന്താണ് മെയിൻ ആയിട്ടുള്ള കളിക്കാരും, അത് കഴിഞ്ഞ് 6ാമത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങുന്ന ലിബറോ ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഡിഫെൻഡന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഡിഫെൻഡന്റ് പ്ലെയർ ആണ് ഈ പറയുന്ന ലിബറോ എന്ന് പറയുന്നത്. ഓക്കെ, ആ ലിബറോയെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട മറ്റു വാക്കുകളുണ്ട്. മിഡിൽ ബ്ലോക്കർ, ഫ്ലോട്ട് സെർവ്, സെറ്റർ, ഡബിൾ ഹിറ്റ്. ഒരു ബോളിൽ എന്ത് ചെയ്യുക? 3-4 തവണയൊന്നും ഒരുമിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? ടച്ച് ചെയ്യാൻ പാടില്ല. ഒരുപാട് എന്ത് ചെയ്യുക? ടച്ച് വരാൻ പാടില്ല. എന്നാൽ എന്ത് ചെയ്യും? നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫൗൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ പോയിന്റൊക്കെ ഉണ്ട്. അപ്പോൾ ഡബിൾ ഹിറ്റ് ഉണ്ട്, ഫ്ലോട്ട് സെർവ് ഉണ്ട്, നീന്തി ഒന്ന് അടിക്കുക എന്നൊക്കെ ഉള്ളൊരു സംഭവമാണ്. അതൊക്കെ ലിബറോൻ്റെ കഴിവുകളിലേക്ക് ഇരിക്കും. ആ ഒരു രീതിയൊക്കെ ഉണ്ട്. കുറേ ലിബറോസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിമിനെ ഏറ്റവും വിന്നിങ് പൊസിഷനിലേക്ക് എത്തിക്കുന്നത്. അവർക്ക് അത്രയും എന്താണ് മെക്കാനിസം, അവർ അത്രയും പ്രാക്ടീസബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മിഡിൽ ബ്ലോക്കർ, സെറ്റർ, ഫ്ലോട്ട് സെർവ്, ഡബിൾ ഹിറ്റ്. ഇത്രയെങ്കിലും നിങ്ങൾ ഏതിൻ്റെയാണ്? വോളിബോളിൻ്റെ ടൈമാണെന്ന് പറഞ്ഞ് മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്ത് എയ്സ്, അസിസ്റ്റ്, ബ്ലോക്ക്, സ്നൈക്കിൻ്റെ മറ്റൊരു പേരെന്താണ്? സ്നൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്മാഷ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. സ്മാഷിങ്. ആ പോയിന്റ് ആലോചിക്കുക. ബംപ് ചെയ്യുക, ഡിഗ് ചെയ്യുക, ഹിറ്റ് ചെയ്യുക. ജൗസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു എന്താണ് പെനാൽറ്റി പോലത്തെ ഒരു പോയിന്റിങ് ആണ്. കില്ല്, വോളി, റാലി, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള. ഓരോ ടൈറ്റിലിൽ കുറച്ച് പോയിന്റ്സ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോയിട്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. എല്ലാവരും നല്ലവരും പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.